ചിത്രമ്മ. ഹായ് ചിത്രമ്മ. ചേച്ചി ഇപ്പൊ ചിത്ര ചേച്ചിയാ, കുറച്ച് കഴിയുമ്പോ ചിത്രാമ്മയാവും. വീഡിയോ തീരാകുമ്പോഴേക്കും ചിത്രമ്മ. എന്റെ ഒരു ഫ്രണ്ട് ചിത്രേഷ് ചിത്രേഷ് അല്ല, ചിത്ര ചേച്ചി. നീ ഇതിനു മുമ്പ് ചിത്ര അനിയത്തിയായിരുന്നോ? ഇല്ല. ചിത്രക്കുട്ടി, ചിത്രമോൾ, പിന്നെ ചിത്ര ചേച്ചി, പിന്നെ ചിത്രാമ്മ, പിന്നെന്തായിരിക്കും ചിത്ര വല്യമ്മ. അതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു പറയുന്നുണ്ട്, നിർത്തിക്ക്. അതാണ് അതിന് പറഞ്ഞത്, അതാണ് പറയുന്നത്. നമ്മുടെ ജാനകി അമ്മ, ചിത്രമ്മ, വല്യമ്മ. ഇന്ന് വേറെ ആരും കിട്ടിയില്ലേ? ചോദിച്ചാ അത് ഇങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതികള്, നാട്ടു നടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുകയാണ്. ചിത്രാമ്മ, ഈ ചിത്രാമ്മ എന്ന് വിളിച്ച സാധനമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു. തെറിയെന്ന് പറഞ്ഞോട്ടല്ലോ, ചിത്രാമ്മയെന്ന് മാറ്റി ഇടയ്ക്ക് ഞാൻ ഏതൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആങ്കർ നിന്ന് പറയാണ് ചിത്രമ്മ എന്നൊക്കെ പറഞ്ഞു. ചിത്ര അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രായം പോലെ ഞാൻ കേൾക്കുന്നത് ചിലർ ചിത്ര ചേച്ചി എന്ന് പറയും. ഇപ്പൊ പെട്ടെന്ന് ചിത്രാമ്മയെ, ഈ സ്ത്രീകൾ പ്രായമായി കഴിഞ്ഞാൽ ഈ അമ്മ കൂട്ടി വിളിക്കുന്ന ഒരു ഊമ്പിയ പരിപാടി ഉണ്ട് അവിടെ. ചിത്രാമ്മ, സുകുമാരി അമ്മ, ലളിതാമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് കവിയൂർ പൊന്നമ്മേനെ എന്ത് വിളിക്കും? കവിയൂർ പൊന്നമ്മയോ? അങ്ങനെയാണെങ്കിൽ മറ്റേ നമുക്ക് അമേരിക്കയിലോട്ട് പോകണം, യൂറോപ്പിലോട്ടൊക്കെ പോകേണ്ടി വരും. അതല്ല ഇതിനകത്തുള്ള രസം എന്നറിയോ? ഇവരെയൊക്കെ പ്രായം കുറഞ്ഞവനെയൊക്കെ ഏട്ടാ നിക്കാന്ന് മറ്റേത് അതാ രസം. ഈ ഏട്ടനാണ്, അത് മറക്കരുത്. അങ്ങനത്തെ ഡയലോഗൊക്കെ ഉണ്ട്. അയ്യോ, ആരുടെ തീട്ടൻ. അപ്പൊ ഇയാള് മറ്റേ ദാസേട്ടനാണ്. ദാസപ്പനില്ല, ദാസപ്പ. ശരിക്കും ദാസപ്പനല്ലേ ഇപ്പൊ? ദാസേട്ടനാ പുള്ളി. എല്ലാരും ഏട്ടന്മാരാ. പെണ്ണുങ്ങളാവുമ്പോ അമ്മയാവും. പെണ്ണുങ്ങളാവുമ്പോ അമ്മയാവും. അതെന്ത് പരിപാടി? അതെന്നെ പരിപാടി? ശരിയാണല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കണ്ടായിട്ടുണ്ടോ? ചിത്രയുടെ അഭിപ്രായം എന്താ? സ്ത്രീകളെ അങ്ങടെ അമ്മയാക്കി അവരങ്ങോട്ട് മറ്റേ സാധനമാക്കി മാറ്റും. ചേട്ടന്മാരാണ്. ചേട്ടന്മാര് ഇപ്പൊ നമ്മള് വിളിക്കാം, അപ്പൂപ്പന്മാരാണെങ്കിൽ നമ്മളിപ്പോ ചേട്ടാന്ന് വിളിക്കണം അല്ലേ? ദാസേട്ടൻ. ശരിയാ, ദാസേട്ടനൊക്കെ കിളവനായി. വല്യപ്പാന്ന് വിളിക്കേണ്ട ആൾക്കാർ വരെ ഏട്ടാന്ന് വിളിക്കും. ദാസേട്ടനെ ചിത്രാമ്മയെന്ന്. ഇപ്പൊ ചിത്രയും ഈ വിശ്വാസം കൂടെ കണ്ടു കഴിഞ്ഞാൽ അവരും അപ്പനും മോളോ വന്നേ വിചാരിക്കത്തുള്ളൂ. അല്ല, അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോ ചിത്രാമ്മ ദാസേട്ടാന്ന് വിളിക്കാൻ ഇവനൊക്കെ നാണം ഉണ്ടോടാ? ബോധം ഇല്ലാത്തവന്മാരാണല്ലോ ഈ പരിപാടിക്ക് ആങ്കർ ചെയ്യാൻ പോകുന്നത്. ലാലേട്ടൻ ഇതുപോലത്തെ പ്രശ്നമുണ്ട്. ലാലേട്ടനെ പലരും ലാലേട്ടൻ എന്നാണ് വിളിക്കണേ. ലാലേട്ടൻ വീട്ടിലൊക്കെ ലാലേട്ടൻ വിളിക്കുന്ന പറഞ്ഞ അമ്മ പ്രണവും അങ്ങനെ വിളിക്കണം. അങ്ങനെയാണ് ലാലേട്ടൻ വിളിക്കണം. വീട്ടിൽ പോലും ലാലേട്ടന്നാണ് എല്ലാരും. ഭാഗ്യത്തിന് അവര് കൊച്ചുമക്കളും ഇല്ലാത്തത് അല്ല, കുഞ്ഞുങ്ങളും വിളിച്ചേനെ. അത് ആ വീഡിയോ കാണേണ്ടി വരും നമ്മള്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ ബറോസും കൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് കൊച്ചുങ്ങൾ വിളിക്കുന്നു ലാലേട്ടാന്ന്. അത് വേണ്ട വിട്ടേക്ക് പോട്ടെ. ചിത്ര ഉള്ളതുകൊണ്ട് മാത്രം തൽക്കാലം അറിയാതെ പറഞ്ഞു പോയതാ. അത് ഇതിനെ പറ്റിയാണ്. ചിത്രാമ്മേന്ന് വന്നതാ. അല്ല, നമ്മൾ ഒരിക്കലും ചിത്രയുടെ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കിട്ടി. എനിക്ക് കിട്ടിയില്ല. അപ്പൊ വേറെ പ്രശ്നമുണ്ട്. ഇതിപ്പോ ഞാൻ തിരിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ വീണ്ടും തിരിച്ചു തരേണ്ടി വരും. അല്ല, ഞാൻ രണ്ടെണ്ണല്ലേ. അതാ ഞാൻ പറഞ്ഞത്. തരുമ്പോ തന്നു. ഗിവും ടേക്കുമാണ്. അത് നമുക്കറിയേണ്ട കാര്യമില്ല. ഗീവ് ആൻഡ് ടേക്ക് ആണ്, അല്ലാതെ ഗീവ് ആൻഡ് ടേക്ക് അതും ഇല്ല. ഗീവ് ടേക്ക്. ഇതിപ്പോ ഞാൻ ഗിവ് ചെയ്തപ്പോ താൻ ചെയ്തു ടേക്ക് ചെയ്തു. അല്ല, താനല്ല ടേക്ക് ചെയ്യുന്നത്. 2 പ്രാവശ്യം ടേക്ക് ഇട്ടു. ടേക്ക് ഇട്ടു. ഞാനത് എനിക്ക് ഒരെണ്ണം തന്ന നീ എനിക്ക് ഒരെണ്ണം തന്ന ഞാൻ 2 ഞാൻ തിരിച്ചു തന്നു. അതാ പറഞ്ഞത്.
രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. രണ്ടെണ്ണം ഇല്ല, അതില്ല. എടോ തിരിച്ചൊന്നും പിന്നെ തിരിച്ചറിയാൻ പറ്റില്ലെന്നോ. ഇനിയിപ്പോ ഞാൻ തന്നില്ലേ give ചെയ്തില്ലേ? അപ്പൊ ഗീവ് കഴിഞ്ഞാൽ പിന്നെ ടേക്ക് ചെയ്യേണ്ടി വരത്തില്ലേ? ഞാൻ ഒരെണ്ണം give ചെയ്ത് പിന്നെ രണ്ടാമത് ഗീവല്ല ചെയ്തത്. പിന്നെ ഞാൻ ഗീവ് ചെയ്തപ്പോ താൻ ഇത് ഇങ്ങോട്ട് തിരിച്ചു ഒരെണ്ണല്ലേ തരുന്നത്? അയാളും ഗീവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഡെന്നിസ് ടേക്ക് ചെയ്യുക ചെയ്യുന്നത്. തനിക്ക് എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ ടേക്ക് ഇല്ല, മനസ്സിലായി. ചിത്രക്ക് ഇതിന്റെ ഒരു ഇത് മനസ്സിലായി. ശരിയാ, വേറെ കാര്യമുണ്ട്. താൻ ഗീവ് ചെയ്തു, ചിത്ര ടേക്ക് ചെയ്തു, എന്നിട്ട് ചിത്ര ഗീവ് ചെയ്തു. എന്താ എത്ര എണ്ണം? രണ്ടെണ്ണം. ഇല്ലില്ല, ഇതൊന്നും ടേക്ക് ചെയ്യാൻ ഇവക്കൊരു ടേക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നതേ ഓക്കെ അല്ല എനിക്ക് ഞാൻ അതിലേക്ക് വരാം. ഞാൻ വരാം. എനിക്ക് തോന്നുന്നു ഈ പ്രയോഗം ഉണ്ടല്ലോ. അല്ല, ഞാൻ ഒരു ഐഡിയ പറയാം, സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഈ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇത് ഒറ്റ സൈഡിലേക്ക് മാത്രമുള്ള സാധനം. ശരി, സോൾവ് ചെയ്യാൻ പറ്റും. ശരിയാക്കാം. എങ്ങനെയാന്ന് അറിയാമോ? ഇത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനമേ ഇത് വൺ സൈഡഡ് സാധനം. ആക്ച്വലി ഇത് ഗിവ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ തനിക്ക് തന്നെ റെസ്പെക്ട് ചെയ്യണം, താനത് ടേക്ക് ചെയ്തോളാനാ പറയണം. അല്ലാതെ ഞാൻ തന്നെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് താൻ തിരിച്ച് റെസ്പെക്ട് ചെയ്യണമെന്നല്ല എന്റെ അർത്ഥം. നമ്മള് ഗീവും ടേക്ക് നമ്മള് തന്നെ ഗിവ്, അപ്പൊ അവിടുന്ന് അത് ടേക്ക് ചെയ്യും. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രീതി മറ്റേതാണ്. എങ്ങനെയാണെന്നറിയാം, അതല്ല. ഇപ്പൊ ഇപ്പൊ താൻ ഗീവ് ചെയ്തു, ചിത്ര ടേക്ക് ചെയ്തു, ചിത്ര 2 പ്രാവശ്യം ഗീവ് ചെയ്തു. അപ്പൊ ഞാൻ ഒരു ഐഡിയ പറയാനാണ്. താൻ എന്ത് ചെയ്യണമെന്നറിയോ? 2 പ്രാവശ്യം ടേക്ക് ചെയ്തിട്ട് ഒരെണ്ണം ഗീവ് ചെയ്താൽ മതി. ഒരെണ്ണമല്ല, 2 ഗീവ് ചെയ്യണം. ഇല്ല, അത് തുടക്കത്തില് തിരിച്ച് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, 2 താനും ഗീവ് ചെയ്താൽ കറക്റ്റ് ആവും. കാരണം അപ്പൊ ഇവള് 2 ടേക്ക് ചെയ്തിട്ട് ഒരെണ്ണം ഗീവ് ചെയ്യും. അപ്പൊ ക്ലീൻ ആയി. തനിക്കപ്പൊ ഒരെണ്ണം ടേക്ക് ചെയ്താൽ ഓക്കെ ആയി. ഇല്ല, അങ്ങനെയാ സംഭവിച്ചത്. ഇല്ല, കാരണം എന്നാ ഞാൻ പറയാം. അല്ല, അതല്ല, നഷ്ടമല്ല. കാരണം എന്നാ ഞാൻ പറയാം. താൻ ഒരു റെസ്പെക്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. ചിത്ര 2 തിരിച്ചെഴുതു, താൻ 2 തിരിച്ചെടുക്കും, ചിത്ര 1 തിരിച്ചെഴുതു. അങ്ങനെ ഗ്രൂപ്പ് ചേർന്ന് ചെയ്യരുത്, മനസ്സിലായി? നിങ്ങൾ ചേർന്നുകൊണ്ടുള്ള പരിപാടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കരുത്. അത് ശരിയല്ല. അത് സംഭവിക്കില്ല. ഇത് ശരിയല്ല. ഇത് ശരിയല്ല. അതൊന്നും പരിപാടി. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ ആക്രമിക്കുന്ന പോലെ ഇടും, മനസ്സിലായോ? ആറാട്ടെണ്ണെ വിളിക്കേണ്ടി വരും. അങ്ങനെയാണ്. ഞാൻ 2 തന്നോ? ഞാൻ 2 തന്നോ? ഒരെണ്ണം നീ തരാൻ നിനക്ക് ബാധ്യത ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ. ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കൂലായിരുന്നു. സൈക്കോളജിക്കൽ. അപ്പൊ എനിക്ക് തരണം. ഒരെണ്ണം അല്ലേ? ഒരെണ്ണം തരാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇയാൾ പറഞ്ഞ 2 എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ പിന്നെ എന്റെ വീണ്ടും ആന്ന് പറയും. അതിനല്ലേ കറക്റ്റ് ആവും. ഗീവ് ആൻഡ് ടേക്ക് ആയി. അപ്പൊ ഞാൻ 2-3 ഇട്ട് കൊടുത്താലോ? 2 വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കേണ്ടി വരും. മതിട്ടാ, ഇനി അധികം കാണിക്കല്ലേ. എനിക്ക് വൈകുന്നേരം നമ്മൾ എന്താ പറഞ്ഞേ? ഓക്കെ, ശരി. നമ്മളെ പാട്ടുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ചിത്രാപ്പൻ അല്ല, ചിത്രാമ്മയും ദാസപ്പനും. ഞാനില്ലാത്തൊരു എപ്പിസോഡിൽ നിങ്ങൾ മലയാളത്തിലൊരു ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്കാ മലയാളത്തിലാണ്. മലയാള സിനിമ പാട്ട് പാടുന്ന ഒരാളെന്ന് ഇതാക്കിയ പോരെ? ഞാൻ പറയണ്ട. വേണ്ട, ഞാൻ പറയട്ടെ. ഒരേ ഒരു സിംഗറേ ഉള്ളൂ കേരളത്തിൽ ഏറ്റവും നല്ലത്. അത് KS ചിത്രയാണ്. ഞാൻ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. പക്ഷെ ബെസ്റ്റ് KS ചിത്രയാണ്. അന്യ ഭാഷകളിലും ഒരു കുഴപ്പമില്ല പാടിക്കൊണ്ടിരിക്കുന്നത്. വേണുഗോപാൽ സൂപ്പറാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ജാസിഫ്റ്റ് ആണ് പിന്നെ ഇതുപോലെ തന്നെ ആരും അറിയാതെ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ പോയി പാടുന്നത്. പുള്ളി എവിടെ വേണേലും പുള്ളിക്ക് പാടാൻ പറ്റും. പക്ഷെ ആളുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സൗണ്ടുമാണ്, നല്ല പാട്ടുമാണ്. അയാൾ പാടി അത്രയും പുറത്തിറങ്ങി ഈ പറഞ്ഞ ഗന്ധർവനൊന്നും പാടിയിട്ടില്ല. എന്നാലും ഒരു അതെ, അതൊന്നും ഞാൻ പറയുന്നില്ല, കമ്പയർ ചെയ്ത് പറയുന്നില്ല. പക്ഷെ
എന്താ പറയാ ആളുടെ ഒരു പ്രത്യേക തരം വോയിസ് അത് ഈ എനിക്ക് തോന്നുന്നു ആർക്കും ഇല്ല. പിന്നെ വന്നത് ഡെപ്സിയ. ഡെപ്സിയ ഉള്ള അത്ര അലറി പാടുന്ന ഒരാള്, അത്ര ഒച്ചത്തി പാടുകൂടെ. അതിന് ഭയങ്കര എനർജി വേണം. ഒരു അതല്ല പാട്ട്, ഈ ഡെപ്സിയുടെ പാട്ട് ഭയങ്കര എനർജിയാ, ഹൈയാ. എന്തൊക്കെയോ പറയും, കിട്ടൂല. പക്ഷെ അവന്റെ അത്ര ഒച്ചത്തി പാടുന്ന ആൾക്കാർ ആരും ഇല്ല ഇത്ര നാള്. ഇപ്പോഴും ഇല്ല, വേറെ ആരും കണ്ടില്ല. വേടനൊക്കെ ആണല്ലോ അവന്റെ രീതി വേറെയാ. പക്ഷെ ഇവന്റെ അങ്ങനല്ല, ഇവന്റെ കുറച്ച് ഹൈയാ. എനിക്ക് വേടനെ ഇഷ്ടമുണ്ടോ? എനിക്ക് വേടനോട് വലിയ ബുദ്ധിമുട്ടില്ലെന്നേ ഉള്ളൂ, വലിയ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാലേ എനിക്ക് അത്ര പാട്ടൊന്നും പിടിക്കാത്തില്ല. എനിക്ക് മറ്റേ പുള്ളി, ഞാൻ ഈ സാധനം ആദ്യം കേട്ടപ്പോഴുണ്ടല്ലോ ഈ മറ്റേ ഇയാളുടെ ആദ്യത്തെ പാട്ടുണ്ടല്ലോ, ഞാൻ പാടാനല്ല പറയുന്നല്ല പോലെ നല്ല നീ തമ്പുരാനുമല്ല ആണേലും ഒരു മൈരുമില്ല. നല്ല സാധനം മറ്റേ രോമാഞ്ചം വന്നു. അങ്ങനെയൊക്കെ പാടുന്ന നല്ലതാ. പക്ഷെ എനിക്ക് എന്തോ ആ ഒരു പരിപാടി എത്ര വലിയ താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ ഡെപ്സി അങ്ങനെയല്ല. ഡെപ്സി എന്റർടൈനിങ് ആ കുറച്ച്. മറ്റേ സാധനം ഉണ്ടല്ലോ പാട്ട്, ഇത് ഈ പാട്ടില്ലേ ഇപ്പൊ വേടം പറഞ്ഞ സാധനം ഇല്ലേ, അത് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ നടക്കും. പക്ഷെ ഡബ്സി വരുമ്പോ അത് എഴുതി വെച്ചാൽ അത് കിട്ടത്തില്ല. തനിക്ക് മനസ്സിലായോ? 1000 50 എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിലൊരു മൈരും ഇല്ല. തനിക്ക് എഴുതിയാലേ അത് തനിക്ക് വായിച്ചെടുക്കാൻ പറ്റും കറക്റ്റായിട്ട്. അതിന്റെ എഫക്റ്റ് ഉണ്ട്. അതിനൊരാൾ പാടണമെന്നില്ലത്. അത് ഞാൻ വെറുതെ പറഞ്ഞാലും എഫക്റ്റാ. പക്ഷെ ഡബ്സിയാണ് പക്ക മ്യൂസിക്കിന്റെ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അത് ചിലപ്പോ വാക്കുകൾ അധികം ഒന്നും വേണമെന്നില്ല. പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ബോബ് മർലിയുടെ കാര്യം വേറെ, അതല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള പാട്ടുകളില്ലേ, താൻ പൊക്കോ, നമുക്കൊന്നൊരു വിഷയമുള്ള കേസല്ല. ആ ഓള് വരുമ്പോ താൻ പോകുന്നു വരുന്നു അല്ലേ, ആരും അറിയുന്നുമില്ല. വന്നിരുന്നായിരുന്നു ഉണ്ടോ മുടി എങ്ങാനും വീണ എന്റെ ഭാര്യ ഇവിടെ വരുമ്പോ അവള് വിചാരിക്കത്തില്ല ഇവിടെ വേറെ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇടയ്ക്ക് ഇവക്കൊരു പ്രശ്നമുണ്ട്. ഇവള് മേക്കപ്പ് ചെയ്യാനായിട്ട് പോയിട്ട് ഈ സ്ട്രെയിറ്റും ചെയ്യുവോ ആൻഡ് സ്മൂത്തും ചെയ്യുവോ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാ. അതുകൊണ്ട് ചിലപ്പോൾ മുടി പൊഴിയാൻ ചാൻസ് ഉണ്ട്. പൊട്ടി വീഴുമായിരിക്കും. പൊട്ടി വീഴും മുടി. ഇതൊക്കെ അറിയുന്ന ചിത്രയുടെ ആരാധകരുടെ ഒരു അല്ലേ, മോശം അങ്ങനെ പറയാൻ പാടില്ല. ചിത്രം ഇല്ലാത്തപ്പോ അങ്ങനെ പറയുന്നത് മോശമല്ലേ. ചിത്രം ഇല്ലാത്തപ്പോ പറയുന്നതാണ് നല്ലത്. ചിത്രം അറിയത്തില്ല, വീഡിയോ ചിത്രം ഇട്ട് കാണത്തുമില്ല. സംഭവം കാര്യം മോശമാണ് പറയുന്നത്. അങ്ങനെയെങ്കിലും പറയാം ഇവിടെ കാണാൻ ഇതിനകത്തുള്ള ഭംഗിയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ഇടുന്ന ആൾക്കാർ ലിപ്സ്റ്റിക്ക് ഇട്ട് വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ ഒക്കെ സ്ട്രെയിറ്റും ചെയ്ത് എനിക്കിഷ്ടമല്ല ചിത്രനെ. കാണാൻ ഭംഗിയില്ല അല്ലേ, ഇഷ്ടമുള്ളൂ. ഒരു അതുമല്ല ആ ശബ്ദം തന്നെ കൊള്ളത്തില്ല. പാട്ടുകാരിയാന്നൊക്കെ പാട്ടൊക്കെയാന്ന് ഞാൻ നല്ല പാട്ടാതൊക്കെ പറഞ്ഞു. എന്തിനാട്ടെ എന്നിട്ട് മുടിയെല്ലാം പൊഴിഞ്ഞ് വീഴും ഇവിടെ. ആ അവിടെ ലിപ്സ്റ്റിക് ഒക്കെ കണ്ടു, എന്തോരം ഇട്ടേക്കുന്നത്. ഇതൊന്നും ഒരു ആവശ്യമില്ല. ഒരു ഇത്ര ലിപ്സ്റ്റിക് ഇട്ട് താൻ ലിപ്സ്റ്റിക് ഇട്ടില്ല, ഞാൻ ലിപ്സ്റ്റിക്. എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങണെന്ന് ഞാൻ ചോദിക്കണത്. ഒരുങ്ങി വരത്തുള്ളൂ. കല്യാണത്തിനൊക്കെ പോകുന്നു എല്ലാ ദിവസവും ഒരുങ്ങി. എന്തിനാണ്? എന്തൊരു ജീവിതമായിരിക്കും ഇങ്ങനെ ഒരുങ്ങി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കണം, അവൾക്ക് ഇത് ചെയ്യണം, പിന്നെ ത്രെഡ് ചെയ്യണം, മുഖത്ത് ഫേഷ്യൽ ചെയ്യണം, പിന്നെ മറ്റേ സ്മൂത്ത് ചെയ്യണം. അയാണ്ടൊക്കെ ചെയ്യുവാന്നാ പറയുന്നത്. അതിൻ്റെയൊക്കെ ഈ കാണും മുടിയെല്ലാം പൊഴിഞ്ഞ് പൊട്ടി വീഴുക. മുടിയൊക്കെ ചിലപ്പോൾ കുറച്ചാലും പിന്നെ വിഗ്ഗൊക്കെ ആവും, നമ്മൾ അറിയത്തില്ല. ഇവരൊക്കെ അങ്ങനെ വിഗ്ഗായ പലരും ഇവിടെ ഉണ്ട്. ഇവരോട് പറഞ്ഞ ഇവർ സമ്മതിക്കത്തില്ല. ലിപ്സ്റ്റിക് ഇട്ട് കേൾക്കത്തില്ല. ലിപ്സ്റ്റിക് ഇട്ടോണ്ടേ കൊള്ളൂല. ആക്ച്വലി ഈ ലിപ്സ്റ്റിക് അകത്തോട്ടൊക്കെ പോകും. പിന്നെ അഴുക്കാണ്, ചീത്തയാണ്. ആമാശയത്തിലോട്ട് വിടാൻ പറ്റുന്ന സാധനമല്ലത്. പിന്നെ ഇത് രാവിലെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ലിപ്സ്റ്റിക് പുറത്തു വരും. ലിപ്സ്റ്റിക് പുറത്തു വരാതെ ആമാശയത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നാലോ അതിലും വലിയ പ്രശ്നമാവും. ഇതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ മേക്കപ്പ് ഇടാൻ നേരത്തിരുന്ന പൊടി അതിങ്ങനെ ശ്വസിച്ച് ശ്വാസകോശത്തിൽ ആ സ്പോഞ്ചിന്റെ ഇടയിലൊക്കെ കയറിയിരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അത് മാത്രമല്ല ഈ ശരിക്കും വേറൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ സ്കിന്നിലോട്ട് എടുക്കുന്ന പല സാധനവും അകത്തോട്ട് പോകുന്ന പോലത്തെ എന്തോ വെസൽ എന്തായാലും പറയാ, എന്തോ ഒരു ടേമുണ്ട്. അതായത് നമ്മൾ മേത്ത് ഉപയോഗിക്കുന്ന പുറത്ത് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും സ്കിന്നിന്റെ പോസ്റ്റിലൂടെ അകത്ത് പോയിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്ത് അത് പണി മുടക്കും. അത് കിഡ്നിയിലെത്തി ലിവർ സിറോസിസ് വരും. അങ്ങനെയായിരിക്കും ലിവർ സിറോസിസ് ഉണ്ടാകുന്നത്.
എന്തല്ലേ മുടി വീണ്ടും ഇവിടെയൊക്കെ പൊഴിഞ്ഞ് കിടപ്പണം. നമ്മൾ പോയി കഴിയുമ്പോൾ തൂത്ത് വരേണ്ടി വരും. കാരണം ഇവിടെ എല്ലാം മുടിയാണ്. അവള് പോട്ടെ, അധികം കമ്പനിയൊന്നും അടിക്കണ്ട, അധികം ഇടപെടാൻ കൊള്ളൂല. ഇതുപോലത്തെ ആൾക്കാരാ, മനസ്സിലായല്ലേ? മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴേ തലയ്ക്കകത്തൊന്നും കാണത്തൊന്നും. ഈ വേഷം കെട്ടി കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. വലിയ ബുദ്ധിയൊന്നും ഉള്ളവരല്ല ഇത് ചെയ്യുന്നത്, ബോധമൊന്നും ഉള്ളവർ ഇതൊന്നും ചെയ്യത്തില്ല. എന്തായാലും ഇത്തരം പണിക്ക് നിൽക്കൂല. ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇടും വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും പണിയാണോ ഇതൊക്കെ? താൻ കണ്ടിട്ടുണ്ടോ വിദ്യാഭ്യാസം? എല്ലാം ഈ മോഡലിങ്, സിനിമ, ഇങ്ങനത്തെ മനസ്സിലായി, അങ്ങനത്തെ ഏരിയയിലൊക്കെ മേക്കപ്പ് ഉള്ളു വരുന്നത്. ഡോക്ടർമാരൊക്കെ മേക്കപ്പ് ഇട്ടോണോ സർജറി ചെയ്യുന്നത്? കറക്റ്റ്. സയൻറ്റിസ്റ്റുകൾ ആരെങ്കിലും മേക്കപ്പ് ഇടൂ. അവർക്ക് മേക്കപ്പ് ഇടാൻ നേരം ഉണ്ടല്ലോ, അവർക്ക് തലച്ചോറ് ഉപയോഗിച്ച് വേറെ പരിപാടിയുണ്ട്, മനസ്സിലായോ? ഇത് ചുമ്മാതെ വെറുതെ ചുമ്മാതെ സ്റ്റുഡിയോയിൽ പോയി കുറെ തുണി മേടിച്ച് അത് വിട്ട് എന്നിട്ട് സ്റ്റുഡിയോ കേരളത്തിൽ ചെയ്ത വലിയൊരു ചതിയുണ്ട്. പ്രത്യേക തരം കോസ്റ്റ്യൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരത്തുനിന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുമായിരുന്നു ആ വരുന്ന പെണ്ണ് എങ്ങനെയായിരിക്കും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നു പണ്ട്. ഇപ്പം അത് പറ്റില്ല. ഇല്ല, വരുന്നുണ്ട്, വരത്തില്ല. അത് ഫോണിൽ പോയേക്കോ കുറേ കഴിഞ്ഞ വരത്തുള്ളൂ. അത് കാണാൻ മതി, തിരക്കൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ ഇവിടെ വന്ന് കയറുമ്പോൾ എങ്ങനെയാ ഇരുത്തായിരിക്കുന്നത്? ഇവിടെ വന്നതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, പോട്ടെ. ഈ വേഷം ഞാൻ പിന്നെ അങ്ങ് സമ്മതിക്കും, വരട്ടെ. ഇത് ക്യാമറയിലൊക്കെ വന്ന് എപ്പോഴും ഈ വീഡിയോയുടെ മുന്നിൽ ഇരുന്നിരുന്നേ ആണുങ്ങളുടെ പോലത്തെ ജീൻസൊക്കെ ഇട്ടാ നടക്കണത്. കാറൊക്കെ ഓടിച്ച് തന്നെ വരും, സ്വന്തമായിട്ട് കാർ ഓടിക്കും, ലൈസൻസും ഉണ്ടാവും, ഭയങ്കര സ്പീഡിൽ ഓടിക്കും. കാര്യം ഇങ്ങനെ ചെയ്യണത് ശരിയാണോ? ഈ പെണ്ണുങ്ങൾക്കൊക്കെ ലൈസൻസും കൊടുത്ത് വണ്ടി ഓടിച്ച് പോട്ടെ എന്ന് പറയണത്. പിന്നെ അതുമല്ല, എന്തോ ഈ പറയുന്നത്, ഇവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുക. പണിയെടുത്താൽ ജീവിക്കണത്. അതെ അതെ, ആങ്കർ ഇങ്ങനെ പൈസ ജോലി എടുത്ത് സമ്പാദിക്കുക, അതൊക്കെ എന്നിട്ട് ഇവിടെ ജീവിക്കണം. അതിന് കാശുണ്ടാക്കിയത് എന്ത്? ലിപ്സ്റ്റിക് ഇടുക, എന്നിട്ട് ഇവിടെ മാന്യമായിട്ട് ജീവിക്കണം. അല്ലല്ല, പൈസ ഉണ്ടാക്കുക, ലിപ്സ്റ്റിക് ഇടുക, ഹെയർ സ്മൂത്ത് ചെയ്യുക, ജീൻസ് ഒക്കെ ഇടുക, കാർ സ്വന്തമായിട്ട് ഓടിച്ചോണ്ട് വയ്ക്കുക. എന്തൊരു തണ്ടാണ് നമുക്ക്. തൻ്റെ അടി. ഞാൻ പിന്നെ ഓർത്ത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പരിചയമുള്ള ഒരാളാണ്. ക്യാമറ വരുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കണം. ഒരു ഒന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. ഞാൻ ഓർത്ത് പോട്ടെ, നമ്മളെപ്പോലുള്ള സെലിബ്രിറ്റീസ് ആറാട്ടെണ്ണം ഞാനും താനൊക്കെ ഇരിക്കുന്നിടത്ത് വന്നിരിക്കാൻ ഇതുപോലെ കൊച്ചുങ്ങൾക്കൊക്കെ താല്പര്യം കാണും. ചിലപ്പോൾ നമ്മളൊക്കെ അടുത്ത് വരുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട്, മനസ്സിലായല്ലേ? വലിയ വലിയ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള ചില രസമായിട്ടുള്ള ഇതായിരിക്കും. ഇത്രയും വലിയ ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ എന്തായാലും ഒന്ന് ഒരുങ്ങി വരും ചിലപ്പോൾ. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചിലപ്പോൾ വീട്ടിലൊന്നും ഇങ്ങനെ ഒരുങ്ങിയായിരിക്കത്തില്ല ഇവർ ഇരിക്കുന്നത്. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഗിവ് ചെയ്യാം, തന്നില്ലെങ്കിൽ ടേക്ക് ചെയ്യാം. എന്തോ ആണോ, ഭയങ്കര തിരക്കായിപ്പോയി ചിത്ര ഇവിടെ ഉണ്ടാകുന്ന നമുക്കിതെല്ലാം ചിത്രയുടെ മുഖത്ത് നോക്കി പറയാം. പക്ഷേ ചിത്രേഷ് പോയി. ചിത്രഗുപ്താ എപ്പോഴും ഒരു ധർമ്മേന്ദ്രയുടെ കാര്യം. ഏത് സിനിമയിലെ ഡയലോഗാണോ? ഏതോ മറ്റേ നമ്മുടെ ഇയാളുടെ ഡയലോഗാണോ, ദിലീപോ, ഓ മനസ്സിലായി, കൊച്ചനീഫ. അതാണ് പുള്ളി ഓർത്ത് വെച്ചേക്കുന്നത്. പുലിവാൽ കല്യാണം ആ സാധനമാണോ ധർമ്മേന്ദ്ര? അതെവിടെ നിന്നോ കിട്ടി ഇടയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ സാധനമുണ്ട്, കുറേ ടീമുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അയ്യോ ആ പുള്ളിക്കാരത്തിയെ എന്ത് പറഞ്ഞാലും ഈ സിനിമ ഡയലോഗാണ്. എന്ത് നമ്മളിപ്പോൾ സാധാരണ നോർമൽ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ സിനിമയിലെ ഡയലോഗുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. എനിക്കിത് ആദ്യം കുറച്ച് രസമായിട്ട് തോന്നി, മനസ്സിലായോ? സ്ഥിരമുള്ളവരുണ്ട്. അതാ പറഞ്ഞത്. ഈ കഴിവേറി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് തന്നെ പരിപാടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്കൊരു ഡയലോഗുകൾ നോർമൽ കോൺവെർസേഷൻ്റെ ഇടയിൽ മുഴുവൻ സിനിമ ഡയലോഗുകളാണ്. വെറുത്തുപോയി. അതെ, വല്ലപ്പോഴും ആണ് കുഴപ്പമില്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ സ്ഥിരം സംസാരിക്കുന്നവർക്ക് ഭയങ്കര അതിനപ്പം തന്നെ മറുപടി സിനിമ ഡയലോഗായിട്ട് വന്നത്. അങ്ങനെ വളരെ അത് ശരിയാ. എനിക്കറിയാം ലോകത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടോന്ന്. വേറെ മനുഷ്യരുണ്ടോ ഇങ്ങനെ? എനിക്കറിയാം ഒരാളെ, ഒന്നല്ല, എനിക്ക് രണ്ടുപേരെ അറിയാം. വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിയാ, മലയാളിയും തമിഴിനും ഒക്കെ പറയായിരിക്കില്ല, ഹിന്ദിക്കാരും പറയും. ഇന്ത്യൻസ് തമിഴിന് മറ്റേ ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. വടപോച്ചേ അതൊക്കെ ഉണ്ട്, തമിഴർക്കുണ്ട്. ഉണ്ട്. വേറെ ഇപ്പോ ശരിയാ, മറ്റേ ഇംഗ്ലീഷിലൊന്നും അങ്ങനത്തെ പടങ്ങളിൽ നിന്ന് ഒരു ഡയലോഗും വരത്തില്ല ആവശ്യമില്ലാതെ. അവരത് പറഞ്ഞോണ്ട് നടക്കത്തില്ല. അതൊരു മീമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അതങ്ങ് പോകും. അല്ലാതെ
എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നു അല്ല അവർക്കാണെങ്കിൽ ഇതുപോലെ സ്റ്റേജിൽ ഒന്നും നേരങ്ങളിൽ പരിപാടി ഇല്ലല്ലോ. അല്ല ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, 2255 ഒക്കെ ഇവിടെ കൊണ്ടുനടക്കാണല്ലോ ഇപ്പോഴും രാജാവിന്റെ മകൻ. ശരിയാ. ഈ സിനിമയിലെ കൂറ ഡയലോഗ് പറയുന്ന ആളുകളല്ലേ, സിനിമയിലെ ഡയലോഗുകൾ ജീവിതത്തിലും പറഞ്ഞു നടക്കുന്ന നടന്മാരെ ആരാധിക്കുന്ന ഊമ്പന്മാരുടെ നാടാണുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഊമ്പിപ്പോവും. ഊമ്പി അത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഈ നടന്മാരുടെ ഡയലോഗ് പഠിച്ചു വെക്കുന്നത്. എടി ഇവരുടെ ഒരുപാട് മെമ്മറിയും പോകുന്നുണ്ട് ഇവർക്ക്. എനിക്ക് തോന്നുന്നു എന്നറിയാം, സ്വന്തമായിട്ട് ഡയലോഗ് ഇല്ലാതെ വരുന്നവരുടെ ഒരു പ്രത്യേകതരം പരിപാടിയാണോ ഇനി? ഇവർക്ക് പറയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവർക്ക് സ്വന്തമായിട്ട് പറയാനുണ്ടാവില്ല ചിലപ്പോൾ. ഇവര് കൂടുതലൊന്നും അറിയുന്നില്ല, വേറൊന്നും അന്വേഷിക്കുന്നില്ല, അറിയുന്നൊന്നുമില്ല. പ്രൊഡക്റ്റീവായിട്ട് ഒരു പരിപാടി നടക്കണ്ടാവില്ല. തലച്ചോറ് വേറെ ഒന്നും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടാവുന്നില്ല. സിനിമ കാണുക, പിന്നെ ഇവരൊക്കെ പുറകെ നടക്കുക, പാലൊഴിക്കുക, എപ്പോഴും സിനിമ കാണുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് തിന്നിട്ട് വീണ്ടും സിനിമ കാണുക. അതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ ഡയലോഗ് തന്നെ ഇങ്ങനെ ഓർത്തോർത്ത് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഓർക്കുന്നത്? ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനത്തെ, എപ്പോഴും സിനിമ എന്തോ പറഞ്ഞാലും സിനിമയിലെ ഡയലോഗ്. സിനിമയിൽ ഇത്രയും ഡയലോഗ് ഉണ്ടെന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. പല സീനും ഓർമ്മ വരുന്നത് ഇവര് പറയുമ്പോൾ. അതുപോലത്തെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, വേറെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഇവക്ക് ഇത് എവിടെന്നോ കിട്ടിയതല്ല, ഇവക്ക് ഇത് സ്വഭാവമുള്ളതല്ല. ഇത് എവിടെന്നോ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് ആരോ ഇരുന്ന് ഇതുപോലെ വിറ്റടിച്ചായിട്ട് കുറെ പേര് ചിരിച്ചു കാണും. ചിത്രം അതെടുത്ത് ഇത് എല്ലാരും ചിരിക്കുന്ന സാധനമാണോ തോന്നുന്നു, ഇത് വെച്ച് കീച്ചേക്കാം, കോമഡി പറഞ്ഞേക്കാന്ന്. എന്നാ പിന്നെ ഈ കോമഡി നമുക്ക് മനസ്സിലാവുന്നില്ലെന്നായിരിക്കും അവള് വിചാരിക്കും. കോമഡി അത്ര മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അല്ല അങ്ങനെ വിചാരിക്കണ്ടാവും ചിരിക്കാത്തത്. അതിങ്ങനെ 2 പ്രാവശ്യമായി പറയുന്നു. നമ്മളിത് പറഞ്ഞു നോക്കാം. ഇനി വരുമ്പോ നമുക്ക് എന്തിനും പറയുമ്പോ ധർമ്മേന്ദ്ര എന്ന് പറയാം, അങ്ങനെ എന്താണ് പറയണത്, അതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ അവളെ തിരികെ ഈ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ. വന്നോ? വീണ്ടും കോമഡി. എന്താണ് സന്തോഷം? ആരോ വിളിച്ചു, റോങ് നമ്പർ ആയിരുന്നു. അതായത് വിളിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്നാളാ, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ലോ നിങ്ങളെ. ഞാൻ ആര് പറഞ്ഞു എന്നെ അറിയത്തില്ല, ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നതെന്ന്. അതെന്തിനാ അങ്ങനെ അറിയുന്നേ? ചിത്ര പറഞ്ഞു എനിക്കറിയണമെന്ന് താല്പര്യമില്ല. അപ്പൊ അയാൾ പറഞ്ഞു എനിക്കറിയണമെന്ന് താല്പര്യം ഉണ്ടല്ലോ, അപ്പൊ എന്റെ താല്പര്യം മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അറിയാം, എന്നെ വേണമെങ്കിൽ അറിഞ്ഞോളൂ. എങ്കിൽ പിന്നെ നിങ്ങൾ പറയൂ. അയാൾ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്, ഇന്നിടത്താണ് വീട്, ഇവിടെയാണ്, ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ ഇന്ന സ്കൂളിലാണ് പഠിച്ചത്, ഇന്ന കോളേജ്, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഇതാണ് എന്റെ പൊസിഷൻ, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. എനിക്ക് ഭാര്യയും കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുന്നോ? ഇല്ല ഇല്ല, അതൊന്നും പറഞ്ഞില്ല. എവിടെ വരെ എത്തി കോൺവെർസേഷൻ? അത്രയും പറഞ്ഞു നിർത്തിയില്ല. എന്തൊക്കെ ചോദിച്ചു ഞങ്ങള് നിന്ന്. പക്ഷെ ചോദിച്ചൊക്കെ ഒരു സന്തോഷം തരുന്ന കാര്യമായിരുന്നു. നിങ്ങള് ചിരിക്കണോണ്ട് എനിക്ക് ചിരി വരുന്നത്. വേറെ എന്തെങ്കിലും പറ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചിത്രയിലേക്ക് മടങ്ങി വരാം. ചിത്ര എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വളരെ സ്വഭാവം കൊണ്ടും സൗന്ദര്യം നല്ലൊരു പെൺകുട്ടിയാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പരിചയപ്പെട്ടത് ഇത്ര ഹ്യൂമർ സെൻസ് ഉള്ള കോമൺ സെൻസ് ഉള്ള സയന്റിഫിക് ടെമ്പർ ഉള്ള ഡ്രൈവിംഗ് ബ്യൂട്ടി കോൺഷ്യസ് ആയ ഡ്രൈവർ, നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്ന, നല്ലപോലെ ആങ്കർ ചെയ്യുന്ന, പാട്ടൊക്കെ പാടുന്ന. അതെ, ഡബിങ്. ചിത്രയെ പോലെ ഒരാൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ഫീലാണ്. ഒരേ സ്ക്രീനിൽ ജയറാം ഉണ്ടാകുന്ന കാണിച്ചു തന്നെ ഫീൽ കറക്റ്റ് എന്താ അതല്ല അങ്ങനെയൊക്കെ അല്ല. പുള്ളി മറ്റേ പടത്തിൽ ഇങ്ങനെ കാണിച്ചില്ല, അത് അയാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു ഭയങ്കര ഈ കഴിഞ്ഞിടയ്ക്ക് ഏത് പടമൊക്കെ കണ്ടു? ഞാൻ റൈഫിൾ ക്ലബ്ബ് കണ്ടു. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടായി. വേറെ കണ്ടോ? മാർക്കോ കണ്ടില്ല. മാർക്കോ കാണണം വിചാരിച്ചു, പക്ഷെ കണ്ടില്ല. അന്ന് വന്നിരുന്നപ്പോ കാണാൻ പോവാ. ഞാനൊന്ന് കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് പറയാം. സമയം കിട്ടിയില്ല. എന്നിട്ട് പോയി റൈഫിൾ ക്ലബ്ബ് കണ്ടേ. അതെന്താ? 12 days ago.
അതിരിക്കട്ടെ, ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുകയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ സംവിധാനം ചെയ്യുന്ന ഒരു 3D ആനിമേഷൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചലച്ചിത്രമാണ്. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. 3D ചിത്രങ്ങൾ മലയാളത്തിൽ കുറവാണ്. ആ കുട്ടിച്ചാത്തം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ, അതിനെപ്പറ്റി എന്താണ് ചിത്രയ്ക്ക് പറയാനുള്ളത്? എക്സ്പെക്ടേഷനോ തനിക്ക് അണ്ടർ ട്രെയിലർ വെച്ചിട്ടോ ഇതിന്റെ പാട്ട് ഓക്കെ, അതിനകത്ത് മോഹൻലാൽ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാന് ഇതിൻ്റെതായിട്ടുള്ള, അതായത് പാട്ടും കേട്ടില്ല, ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ പടം ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ സത്യമായിട്ടും അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് ഞാനിപ്പോ രാവിലെ വന്നപ്പോ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു എനിക്ക് പേടിയുണ്ട് എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് മോഹൻലാലിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാര് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവര് പറയുന്നത് എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് ദഹിച്ചെന്ന് വരില്ല. അപ്പൊ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പറയാ, ഭയങ്കര വൻ വിജയാവോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റി. ഇനിയിപ്പോ കണ്ടു കഴിയുമ്പോ നാളെയാണെന്ന് തോന്നുള്ളൂ അല്ലേ റിലീസൊക്കെ. അപ്പൊ നാളെ കണ്ടു കഴിയുമ്പോ നാളെയോ മറ്റന്നാളോ സമയം പോലെ കാണുള്ളൂ. ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയി ഫസ്റ്റ് ഷോ അങ്ങനെയൊന്നും അല്ല. കാണാൻ സമയമുള്ളപ്പോ പോയി കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. പറഞ്ഞൊരു കാര്യം, നമ്മള് നാളെ ഈ പടത്തിന്റെ എന്നെ എപ്പോഴും എല്ലാരും പറയും ഞാൻ സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ പറയുന്നത് പരിപാടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പോയി കണ്ടിട്ട് ഞാൻ അതിനെ പറ്റി ഞാൻ കാണാൻ വേണ്ടത് തീരുമാനിക്കും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അപ്പൊ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് നാളെ എന്നുള്ള കാര്യം നാളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം പോഡ്കാസ്റ്റ് അതിന്റെ വഴിക്ക് വേറെ. ഇത് ഞങ്ങൾ 3, 4, 5 പേരൊക്കെ വന്നിരിക്കുക. അതിന്റെ സ്ഥലം ഇങ്ങനെ നീട്ടുന്നെത്തും. ഒരുപാട് ആൾക്കാരെ വിളിച്ചിരിക്കും. നമ്മളൊരു ക്രൗഡ് എന്താ പറയുക, വെറുതെ ചിത്രം എന്തോ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറയാനോ എന്തിനു വേണ്ടി വിളിച്ചതാ. ഒരു മാഗസിൻ മേടിച്ച് അങ്ങോട്ടേക്കാം. ഇന്നലെ മിനിഞ്ഞാന്നാ പറയാൻ ഞാൻ നമ്മൾ 8,000 രൂപയായിട്ടുണ്ട്. ഇതിനകത്ത് ഈ മൈക്കിൽ സൗണ്ട് ക്വാളിറ്റി ആയിട്ട് ഇത് ആർക്ക് വേണം ചെയ്യാം. എന്നൊക്കെ പറഞ്ഞതിനിടെ പറഞ്ഞാ പോരെ ബീഫ് എന്ന്. അങ്ങനെയൊക്കെ ഒരു പ്ലഗ് കിട്ടിയതുകൊണ്ട് ബീഫും മനസ്സിലായോ. അതിങ്ങനെ ഓർക്കുന്നുണ്ടോ? ഫുള്ളും ചിത്രം നോക്കുന്നു. ചിത്രം ഒറ്റപ്പെട്ടി സംഭവത്തിൽ ചിത്രം ഞങ്ങള് എനിക്കിത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാൻ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞോ ഓക്കെ. ഞങ്ങൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പടം ഇറങ്ങുന്ന അനാലിസിസ് അല്ലേ. നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. അത് അയാള് ചെയ്യണ മൊത്തം ഇങ്ങനെയാണ് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങള് വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു കള്ളത്തരം പറഞ്ഞ് നിന്നെ പറ്റി അപവാദം പറഞ്ഞിറക്കിയിട്ട് വ്യക്തിഹത്യ എന്ന് പറയുന്ന സാധനം അങ്ങനെയാ ചെയ്യുന്നത്. നീ ചെയ്തിട്ടില്ലാത്ത കാര്യം, അല്ല നീ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് പറയുന്നിടത്ത് എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ചെയ്യുന്നൊന്നും പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്. പറയുന്നില്ലല്ലോ ഇത് ഭയങ്കര അടിപൊളിയാന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് ഫാൻസിന്റെ കുറെ കുഴപ്പങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരിത് ഭയങ്കരമായിട്ട് പൊക്കിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് ആ സാധനം പോകുന്നത് കൊണ്ടാണ് നമുക്കും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായി. അതിപ്പോ ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അത് വൻ പരാജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് അതുകൊണ്ടാണ്. കാരണം ഫാൻസ് ഇത്ര ഏറ്റെടുക്കുമ്പോ എന്താ പറയാ, നമുക്ക് തോന്നും ഇയാള് എന്തോ വലിയ സംഭവമാണ് ചെയ്യാനിരിക്കുന്നത്, അങ്ങനെ ചെയ്യണ്ടെന്നുള്ളൊരു ധാരണ ആൾക്കാർക്കിടയിൽ വരും. പിന്നെ അതൊന്ന് താഴേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വൺ വീഴ്ചയിലേക്ക് അത് പോവുകയും ചെയ്യും. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് അതാണ് നേരത്തെ പാടമൊക്കെ പൊട്ടുമ്പോ സംവിധാനത്തിന്റെ തലയില് വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ പടം വിജയിച്ചു. ഇപ്പൊ ഉണ്ടല്ലോ അതില്ലാന്ന് പറയാൻ പറ്റില്ല. എന്ത് ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. ഈ ബ്രാൻഡിന്റെ ക്വാളിറ്റി വളരെ മോശമാണെങ്കിൽ ബ്രാൻഡ് ആയിട്ട് വല്ല കാര്യമുണ്ട്. അത് ബ്രാൻഡിന്റെ ക്വാളിറ്റി അതിനകത്ത് കാണുന്ന ആൾക്കാർ എടുത്താൽ മതി. അങ്ങേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിനിമകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അടിപൊളിയാക്കിയ ഒരുപാട് സിനിമ ചെറുപ്പകാലത്ത് കാണാനായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. മോഹൻലാല് അങ്ങനെയാണല്ലോ പറയുന്നത്. അവസരം കൊടുത്തിട്ടുണ്ടോ? ഈ അന്ധമായ മറ്റേ അതുപോലുണ്ട്. പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. അത് പറഞ്ഞോ, കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞതിനകത്തൊരു കുഴപ്പമുള്ള എന്നാന്നറിയോ, ഇതിപ്പോ ഫാൻസുകാർ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ വരുന്നത് പറഞ്ഞാൽ ഫാൻസിന് എങ്ങനെ ഇത് തോന്നുന്നുള്ളതാണ്. അതുപോലെയൊക്കെയാണ് ഫാൻസിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോഴേ അവർക്ക് ഹൈപ്പ് വരത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ ചുമ്മാ അതെ പെട്ടെന്ന് അതിന് ടിക്കറ്റ് കിട്ടി ബുക്ക് ചെയ്തപ്പോ. എന്റെ ഫ്രണ്ടാ ബുക്ക് ചെയ്തേ.
അപ്പൊ അങ്ങനെ അവൻ പറഞ്ഞ അതില് പോവാ. അങ്ങനെ ഞാൻ പിന്നെ ബറോസിന്റെ കാര്യം പറയാൻ മറന്നുപോയി. പറയാൻ നന്നായി. മറക്കും മറക്കും. നീ അത് മറന്നോ? അതാ നല്ലത്. റൈഫിൾ ക്ലബ് അടിപൊളി പടമല്ലേ, നല്ല രസമുണ്ടായിരുന്നു പടം കണ്ടോണ്ടിരിക്കാൻ. അതായത് അതിനകത്ത് മറ്റേ ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ, പക്ഷെ അവസാനം വരെ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പോയി നോക്കണം. എന്നിട്ട് തുടങ്ങുമ്പോ മുതല് അവസാനിക്കുമ്പോ വരെ ഈ ഒരു വെടിയുണ്ടകളുടെ സൗണ്ട് മാത്രം. പക്ഷെ പടത്തിനൊരു ലാഗോ ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു കോമഡി ഉണ്ട് അതിന്റെ അകത്തൊരു വലിയ സ്റ്റോറി എന്ന് പറയാനില്ല, ഒന്നുമില്ല, സംഭവങ്ങളുള്ളൂ. എന്നാ കുറച്ച് ലോജിക്ക് വെച്ച് ചിന്തിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ വലുതായിട്ട് സംഭവിക്കുന്നില്ല, ഞാൻ പറഞ്ഞ അങ്ങനെ സംഭവിക്കാം. ഈ സാധനം ശരിക്കും ഈ പറഞ്ഞ ഹോളിവുഡ് പരിപാടിയാണ് ഇത് ശരിക്കും. ഈ പരിപാടി നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇവര് ഈ സ്ഥലത്തോട്ട് എടുത്ത് വെക്കാൻ അറിയാം. അതാണ് അതിന്റെ ഒരു സത്യം. ഇതുപോലത്തെ ഒത്തിരി പടങ്ങൾ പലതും കാണാം, പക്ഷേ മലയാളത്തിലുള്ളൂ ഇങ്ങനെ ഒരു പരിപാടി. ഈ പുറത്തുനിന്ന് സിനിമകൾ ഇപ്പൊ ഞാൻ പറയട്ടെ, മറ്റേ പടം ഉണ്ടല്ലോ ആ പിള്ളേരുടെ മറ്റേ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ മൂവിയില്ലേ, ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ മൂവി ഹിന്ദിയിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഊമ്പി എന്ന് പറഞ്ഞുണ്ടല്ലോ, അവിടെ ഊമ്പി തെറ്റി അത് കണ്ട പ്രാന്ത് പിടിക്കും. എന്തെന്നാണ് ഈ കാണിച്ചു വെച്ചേക്കണെന്ന്. എന്തുകൊണ്ടാണെന്നറിയാം, അവിടെ ആ കൾച്ചറിന്റെ പ്രശ്നമാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കുറച്ച് ബ്രിട്ടീഷ് കൾച്ചറും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യും. ഈ ചെരുപ്പിന് ഒരു ഷൂസിന് വേണ്ടി 2 പിള്ളേര് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നതാണ് ആ പടത്തിന്റെ. താൻ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. അപ്പൊ ഈ ചെരുപ്പില്ലാത്ത പിള്ളേരെ കണ്ടാൽ നമുക്ക് തോന്നണം ചെരുപ്പില്ലാത്ത പിള്ളേരാന്ന്. മനസ്സിലാവുണ്ടോ? ഇത് മറ്റേ നല്ല തക്കടുമുട്ടം പോലത്തെ കൊച്ചറക്കനെ വെച്ചിട്ട് ചെരുപ്പില്ലാത്ത കൊച്ചായിട്ട് അഭിനയിപ്പിക്കുകയാണ്. ഏത് മോഹൻലാൽ അഭിനയിക്കണ പോലെ. സോറി, ഞാൻ മറ്റേ കണ്ടിട്ടില്ല, ഈ ചിൽഡ്രൻ ഓഫ് ഹെവൻ കണ്ടിട്ടില്ല. ചിൽഡ്രൻ ഓഫ് ഹെവൻ കാണാൻ കൊള്ളാവുന്നൊരു പടം. അപ്പൊ അത് ഹിന്ദിയില് ഉണ്ടാക്കിയത് പോലെ അല്ല, അത് നമ്മുടെ ഇവിടോട്ട് വരുമ്പോ ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പറ്റും, നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. കൊറേ ഒക്കെ പിടിച്ചാല് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നടക്കും. അത്രയ്ക്ക് ഒക്കത്തില്ല, എന്നാലും ചെറിയ പടങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റുന്നത് നല്ലതായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതുവരെ. പക്ഷെ അനുരാഗ് കശ്യപിന്റെ മേക്കിങ്ങിന്റെ അത്ര ഒന്നും വരുമൊന്നുമില്ല. മേക്കിംഗ് ഉണ്ടല്ലോ, മേക്കിംഗ്. അപ്പൊ അത് ഗോഡ് ഫാദർ ഹിന്ദിയിലോട്ട് ഉണ്ടാക്കി വെച്ച സാധനമുള്ള മറ്റേത് ഏത് ഗാങ്സ് ഓഫ് വാസപ്പൂർ പൊള്ളി, അത് പൊളിച്ചു. അത് ഗംഭീര സിനിമയാണ്. ഞാൻ ഈ സിനിമ കാണാനായിട്ട് കുറെ വർഷമായി. ഞാൻ പോയി ഇടയ്ക്ക് റൈഫിൾ ക്ലബും പ്രമേയവും കണ്ടു, ആട്ടം കണ്ടു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ തെരഞ്ഞെടുക്കാറ് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് എങ്ങനെയുള്ള സിനിമകളാണ്? നീ അധികം കാണാൻ പോകില്ല എന്ന് നീ തന്നെ പറഞ്ഞു. എടോ, ഞാൻ നേരത്തെ ഒക്കെ എങ്ങനെ കാണുന്ന അറിയോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു കുറേ ഫിലിം അവാർഡ്സിന്റെ ഇതിനകത്തൊക്കെ പോകുന്ന പടങ്ങൾ തെരഞ്ഞു പിടിക്കും. എന്നിട്ട് ഇതേ അതിനകത്ത് കുറെ കാണും കാറ്റഗറി. ഓരോ കാറ്റഗറിയിലുള്ള ഡയറക്ടേഴ്സിനും ഈ സ്റ്റോറി എല്ലാം നോക്കും, ആരൊക്കെയാണ് ചെയ്തത്, ഇതിൻ്റെ ഒരു പുറകിൽ ആരാന്ന് വമ്പൻ. എന്നിട്ട് അതേ വമ്പനെ അങ്ങോട്ട് തപ്പും ബാക്കിയാളുടെ പടങ്ങളെ. എന്നിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങ് അത് മൊത്തം കാണും. അപ്പോൾ ഒരു ടീമിന്റെ പരിപാടി മൊത്തം ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെയാ കാണുന്നത് നമ്മൾ. പക്ഷെ അവിടെയൊക്കെ കൂടുതൽ ഡയറക്ടേഴ്സിനെ പൊക്കുന്നത്. ഇപ്പൊ ബർഗ്മാന്റെ മൂവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ അതൊക്കെ തന്നെ നോക്കുന്നേ. അതിപ്പോ ഇവിടെ ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോഴത്തേക്കിന് വെയിറ്റ് ചെയ്യും. മനസ്സിലായോ? നമ്മളുടെ പണ്ടത്തെ നമ്മുടെയൊക്കെ സമയത്ത് ഞാനൊക്കെ സിനിമ കാണാൻ തുടങ്ങുന്ന പ്രായമൊന്നും അല്ല. ഇതെന്ന് പറഞ്ഞാല് പണ്ട് തൊട്ടേ കാണുന്നുണ്ട്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തൊട്ട് ഇങ്ങനെ 2013 വരെ ഇറങ്ങിയ ലാസ്റ്റ് കുറെ എല്ലാം ഞാൻ ഈ അവാർഡ് തപ്പി പോകുന്ന. അവാർഡ് പടം എന്നുള്ള രീതിയിൽ കാണുന്നതല്ല, പക്ഷെ പല ഫെസ്റ്റിവലിനും ഓടിയ സിനിമകൾ കാണാൻ നല്ലതായിരിക്കും. അത് നോക്കും. എന്നിട്ട് ഇതിന്റെ മനസ്സിലാവുമല്ലോ, ഇത് വായിച്ച് കഴിയുമ്പോൾ IMDb-യിലൊക്കെ കയറി ഒരു സെർച്ച് നടത്തും. പരക്കെ ഒന്ന് തിരഞ്ഞു പോകും. ആദ്യമൊക്കെ നമ്മൾ ആരുടെ കണ്ടുകൊണ്ടിരുന്നത് ഈ പറഞ്ഞൊരു തുടക്കകാലം ഈ ബർഗ്മാനും എല്ലായിടും ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പസോളിനി മുസോളിനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ടാരന്റീനോ വരും.
ഇങ്ങനെയുള്ള കുറെ ഡയറക്ടേഴ്സിന്റെ പേര്. പിന്നെ ടോം ടൈക്കർ ഒക്കെയാണ് ഈ ഇത് വരുന്നത്. അവരെ കാണുന്ന എന്നാ പെർഫ്യൂമിന് മുമ്പേ ടോം ടൈക്കറിന്റെ ഇത് പടം കണ്ടിട്ടുണ്ട്. റണ്ണോലാറണ്ണൊക്കെ അതെ പെർഫ്യൂമിന് മുന്നേ ഞാൻ പക്ഷെ റണ്ണോലാറൺ കണ്ടിട്ടുണ്ട്. അയാളെ വേറെ ഒരു പടം ഉണ്ടാകുന്നല്ലോ ടോം ടൈക്കറിന്റെ 3-4 പടം ഉണ്ടാകുന്നേ. പിന്നെ ഇതുപോലെ തന്നെ പല ഭാഷയില് ചെന്നിട്ട് അവിടുന്ന് ഭയങ്കര പ്രശസ്തിയുള്ള സിനിമകളുണ്ട്. ഇപ്പൊ അമേലി പോലത്തെ പടമൊക്കെ എവിടെ നിന്ന് വരുന്ന അല്ലേടോ? അതൊക്കെ ഫെസ്റ്റിവൽ അമേലി ഓർക്കുന്നില്ലേ? ഇയാളാണ് ആ സിനിമ. റഷ്യൻ, ഫ്രഞ്ച്, ജർമ്മൻ, കൊറിയൻ, ഇംഗ്ലീഷ്, പിന്നെ ഏതൊക്കെ ഭാഷയാണല്ലോ? ഇത്രയും ഭാഷയല്ലേ കാണണോട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ചില പടങ്ങൾ കണ്ടിട്ടില്ല, എന്നെ അധികവും കണ്ടിട്ടില്ല, അങ്ങനെ ഒത്തിരി ഞാൻ കാണത്തില്ല. പക്ഷെ എനിക്ക് ചില പടങ്ങൾ, ഒരു പടം ചിലപ്പോൾ ഞാൻ 5 പ്രാവശ്യം കാണും. ഇപ്പൊ മീരാ നായരുടെ ഇത് സലാം ബോംബെ ഞാൻ 10 പ്രാവശ്യം കണ്ടു. 10 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണുന്നു. അത് എനിക്ക് 20 അതുപോലെ ഒത്തിരി പ്രാവശ്യം കാണേണ്ടി വന്നു. ഇവിടെ എന്താണ് തള്ളിയിടുന്നത്? ഡെന്നിസേ ഇതുവെല്ലാം കേട്ടോ? രാജാറാണി 10 പ്രാവശ്യം കണ്ടെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന പടം ഏതാണെന്നറിയോ? മഴ പെയ്യുന്നു ബദ്ദള കൊണ്ട്. എടാ ജക്ക് പറ്റിയ എന്നാന്നറിയോ? ഒരു അന്ന് VCR-ഉം ടിവിയും ഒരേ ഒരു ഗ്യാസറ്റും എല്ലാ ദിവസവും വെള്ളമടി. ആ സമയം വെള്ളമടിക്കാലോ. ഇത് ഓണാക്കി വെച്ചിട്ടാ വെള്ളമടി. എന്നിട്ട് എല്ലാ പ്രാവശ്യം ഇത് കണ്ടു ഓരോ പൊട്ടത്തിനും കണ്ടു. എന്നിട്ട് ഇതൊക്കെ ഇമിറ്റേറ്റ് സിനിമയുണ്ട്. അത് ഈ മറ്റേ ജയറാം ഒരു തിയേറ്റർ നടത്തുന്ന ഒരു പടം. മനസ്സിലായി. മാമുക്കോയൊക്കെ എന്താ പേര്? അമ്മദ് കുട്ടി നായര അല്ല നമ്പൂരി. ആ സാധനമൊക്കെയുള്ള ഇത് ജഗതി കാണിക്കുന്നത് ആ സാധനം എനിക്കറിയാം. അതല്ല, ഞങ്ങളിതാ കാണേണ്ടി വന്നതാ കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന പാടം മലയാളത്തിലേതറിയോ? യോധ അതിൽ കൂടുതൽ കണ്ടേക്കുന്ന പടം. അയ്യോ, വേറൊരു പ്രശ്നമുണ്ടായി, റോജ. കാരണം ടിവിയിൽ എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേക്ക് റോജ വരും. അങ്ങനെ ഒരു 6-7 വർഷം കണ്ട് തിളക്കോ. പിന്നെ സമയത്ത് വലിയേട്ടനായിരുന്നല്ലോ പുലിവാൽ കല്യാണം കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നീ മറ്റേ ഇതായിരുന്നാ DPP ആണോ പഠിച്ചത്? സിലബസ് ആണ് അതല്ല, അത് പുതിയ സിലബസ് ആണ്. പുതിയൊരു സിലബസ് ഇടയ്ക്ക് കൊണ്ടുവന്ന ഒത്തില്ല. ഗ്രേഡ് ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമയൊക്കെ കൊറേ കണ്ട ഞാൻ. അസീറിന്റെയും ജയന്റെയും ഒക്കെ പണ്ടത്തെ, ജയനല്ല സത്യന്റെ ഒക്കെ പഴയ പടം, അതൊക്കെ മുന്നേ അവാർഡ് പടങ്ങളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിന്റെ ഒക്കെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയതാണ്. നിനക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് കുറച്ചു മുമ്പ് തോന്നിയാണ്. നീ ഓവർ മേക്കപ്പും ചെയ്തത്. രാവിലെ നീ ഇളകിയവിന്റെ വീഡിയോ ഇട്ടാർന്നല്ലോ നീ. എടോ ഇവളെ ഹെയറിൽ എന്താ ചെയ്യുന്നത്? ഹെയറിൽ നീ എന്താ ചെയ്യണത്? ഈ മുടിയിൽ എന്താ ചെയ്യുന്നുണ്ട്? ഈ മുടി പൊട്ടി പോണ്ട് കണ്ടോ? ഇവിടെ ഒക്കെ പൊട്ടി വീഴണം. ദൈവം, ഇത് കുഞ്ഞു മുടി അല്ല, വലിയ മുടി ഇവിടെ ഉണ്ടോ? മുടി ഉണ്ടാന്ന് പറയാം. നിന്റെ മുടി മാറ്റിയതാണ് ഇവിടുന്ന്. നീ എന്താ മുടിയിൽ ചെയ്യണത്? സ്മൂത്തനിങ് ആണോ? ഇല്ലടി, അതല്ല. നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വീണോന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ക്ലീൻ ചെയ്തോ വന്ന്. സ്മൂത്തനിങ് ആണോ? പക്ഷെ ഇപ്പൊ വീണത് കുറെ ഉണ്ട്. എന്തോ കുഴപ്പമുണ്ട്, മുടി പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ലിപ്സ്റ്റിക് അധികം ഇടുന്നതുകൊണ്ട് ലിപ്പിനും അത്ര നല്ലതായിരിക്കത്തില്ല. അത് ആമാശയത്തിലോട്ട് പോകും. ആമാശയത്തിൽ പോയി ആമാശയത്തിൽ നല്ല ലിപ്സ്റ്റിക് ഒക്കെ ആണോ? നോക്കിക്കോണം. പക്ഷെ നിന്റെ ഈ പരിപാടി കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓവർ മേക്കപ്പ് ചെയ്ത് ഒരു തള്ളയെ കൊണ്ട് നിർത്തിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ച. ഞങ്ങൾ കുറച്ചു മുമ്പ് നിന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ കണ്ടാലോ നിനക്ക്? ഞാൻ പറഞ്ഞില്ല, ഇവള് വീഡിയോ കാണുന്നില്ല, ഇവള് അറിയത്തില്ല, വേറെ ആൾക്കാർ പറഞ്ഞറിഞ്ഞോളൂ. എടി നിന്നെ പറ്റി അവന്മാർ എന്തൊക്കെയാ പറഞ്ഞറിയാം. അല്ല, ആ ഏരിയ മാത്രം വേണമെങ്കിൽ ഇവക്കടെ ഫോട്ടോ വെച്ചിട്ടെ സൈഡില് ഇവിടെ വേണമെങ്കിൽ ഫോട്ടോ വെക്കാറുണ്ട്. നടുക്ക് വെച്ചാൽ അറിയത്തില്ല, സ്റ്റില്ലാക്കി വെച്ചാ.
ഇവിടെ ഇരുത്തി അങ്ങ് പറയുന്ന പോലെ അല്ലേ? എടാ ഇത് ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ വെച്ചേക്കുവാന്ന് വിചാരിക്കും. ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ അങ്ങനൊന്നും അല്ല. ഇവിടെ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. അത് അങ്ങ് അതിനിടയിൽ എന്തോ ഒരു കോറസ് വരുന്ന എവിടെയാ? അങ്ങനെയല്ല പാടേണ്ടത്, ശരിക്കും ഇങ്ങനെയാ പാടുന്നത്. ദേവദൂത അതെ, ഇത് ഒരാൾ പാടുന്ന അങ്ങനെ പാടിയിട്ട് ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഒന്നിച്ചു വരുന്നൊരു സാധനമുണ്ട്. അന്ന് നിന്റെ പാട്ട് അപ്പോൾ അതൊന്നും അല്ല. അന്ന് നിന്ന് കൂട്ടു തേടിയാരോ തൊട്ടു കൂടെ ചൊല്ലി ദേവദൂതർ പാടി. അതിനകത്തെല്ലാം കോറസ് ദേവദൂതർ പാടി തന്നെ. പക്ഷെ ഈ പാട്ടല്ല, വേറൊരു പാട്ടുണ്ട്. ഇങ്ങനെ ചാടി വരും എല്ലാം കൂടെ ആ സമയമാണ്. ഇങ്ങനെ ഒരാൾ പാടി നിൽക്കുമായിരിക്കും, പെട്ടെന്ന് രണ്ട് സൈഡിൽ കൂടെ പോകും പാടിയിട്ടൊക്കെ പോകും. പഴയ പാട്ട് അങ്ങനെയാ, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ഇടാൻ നടക്കുന്നത്. മാറിയിരിക്കും ഇങ്ങനെ. ഇയാള് കൈ കാണിക്കുമ്പോൾ ചാടി തിരിച്ചു പോകും, ശ്വാസം എടുത്ത് നിൽക്കും. കറക്റ്റ് സമയമാകുമ്പോൾ ചാടി വീഴും. ദേവദൂതർ പാടി ദേവദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടി ആടും നിലാവിൽ. ഒലിവ് ഇവിടെ ഇല്ലല്ലോ, കൊണ്ടുവരുമായിരിക്കും അല്ലേ, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. വെയിറ്റ്, നിക്ക് പ്രശ്നമുണ്ട്. ദേവദൂതർ പാടി. അപ്പൊ ഈ സംഭവം നടക്കുന്ന ചിലപ്പോ ഇവിടെ ആയിരിക്കത്തില്ല കേട്ടോ, അതാ അങ്ങനെ വന്നത്. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടുന്നില്ല. ദേവലോകത്തൊക്കെ ഇപ്പൊ നമ്മള് കേട്ടിട്ടില്ലേ, സ്വർഗത്തില് മറ്റേ പുഴയുണ്ട്, മയിലുണ്ട്, പുഴയൊക്കെ വരും, സ്വർണത്തിന്റെ വരും. അപ്പൊ അന്ന് നിന്റെ പാട്ട് അവിടെ ഒലീവിന്റെ എല്ലാം കിട്ടാനാണോ പാട്? റിയൽ സാധനം പുറത്തോട്ട് വന്നിട്ടോ. അപ്പൊ അവിടെ കൊച്ചി വൈബ്. അപ്പൊ അതാണ് സംഭവം, മനസ്സിലായി? ഇവിടെ അല്ലത്, കഥ നടക്കുന്നുണ്ടല്ല, ഇവിടെ അല്ല. അതും പള്ളിയിലല്ലേ പാട്ട്, മനസ്സിലായോ? പള്ളി എന്ന് പറയുമ്പോ അറിയാലോ എവിടെ, സ്വർഗത്തില് കിലോമീറ്റർ നീളമുള്ള മുറി കുറെ വേണ്ടി വരും. ഓ അത് ശരിയാ. ലോജിക്കലി ഞാനത് ആ പ്രശ്നം സോൾവ് ചെയ്തു. എല്ലേ വെറുതെ സംശയിച്ചേ, നീ ഹിന്ദു ആയതുകൊണ്ട് നിനക്ക് അറിയത്തില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അതൊക്കെ അറിയാം. അതിനിത് വേറെ മതത്തിലുള്ള സ്വർഗത്തിൽ പോകുന്ന മുസ്ലിങ്ങളും തമ്മില് എടാ ഞങ്ങക്ക് സ്വർഗമൊക്കെ, നിങ്ങൾക്ക് സ്വർഗം ഇല്ലല്ലോ, നിങ്ങൾക്ക് രണ്ടാമത് ജനിക്കുമല്ലേ. നീ പള്ളിക്കാരിയാണോ അമ്പലക്കാരിയാണോ? അമ്പലക്കാരിയാണോ? പള്ളിക്കാരാ. ഞങ്ങള് പള്ളിക്കാരാ. ഞങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോവും. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾ സ്വർഗത്തിലോട്ട് പോകും. നീ പോകത്തില്ല. നീ പൂച്ചയായിട്ട് ഇരിക്കും വീണ്ടും. വീണ്ടും എന്നല്ല, അടുത്തത് പൂച്ചയായിട്ട്. പിന്നെ നിനക്ക് എന്താ ഇഷ്ടം, കോഴിയോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജന്മത്തിലും കോഴി, അടുത്ത ജന്മത്തിലും കോഴി. നമ്മള് ശരിക്കും പറഞ്ഞ കോഴീനെ വെച്ചിട്ടാണ് മിക്ക ബിസിനസ്സും പോണേ അല്ലേ? KFC എന്തൊക്കെ സാധനം. അത് അന്നത്തോണ്ട് കോഴി വേണ്ട, എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല. എറണാകുളം പറഞ്ഞാൽ തന്നെ ഈ കോഴി മറ്റേ എന്താ ബ്രോയിലർ കോഴിയില്ലേ വളർത്തുന്ന ഇതിന് വേണ്ടിയുള്ള കോഴി, ആ കോഴി ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. എറണാകുളം സിറ്റിയിൽ ഈ കോഴിയുടെ കുണ്ടികളുണ്ടോ ഇങ്ങനെ ഭയങ്കര ചീത്തയായിട്ട് ഒരു വൃത്തിയില്ലാതെ ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും. അതുപോലത്തെ ഒരവസ്ഥയാണ് ഈ എറണാകുളം സിറ്റിക്കുള്ളത്. കോഴിയുടെ കുണ്ടി പോലെയാണ്, വൃത്തിയില്ല. എവിടെയും ഒരുമാതിരി ഓട പൊട്ടിയും ചെളി പിടിച്ചും ഈ വൃത്തികെട്ട വേസ്റ്റ് ഇട്ടും വേസ്റ്റ് തള്ളി ഭയങ്കര അലമ്പും പൊല്യൂഷനും വൃത്തികേടും ഒക്കെ. എന്നിട്ട് വൃത്തികേടും കാര്യങ്ങളും മറ്റും എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒരു കൂട്ടിലിട്ട് വളർത്തണ പോലെ ഇങ്ങനെ കുറെ നാളിട്ട് വളർത്തി കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കോഴിയെ തന്നെ തിന്നുകയും ചെയ്യും. അതല്ല പ്രശ്നമല്ല, നമ്മൾ വിഷയത്തിൽ നിന്നും വീണ്ടും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ, കോഴീനെ ഇങ്ങനെ മറ്റേ സ്പായൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് വളർത്തു തിന്നണം. നല്ലൊരു വീഡിയോ അല്ലേ അത്, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. കുളിപ്പിച്ച് സിറോ ഒക്കെ ഇട്ട് അത് ഫോട്ടോ വെക്കണം. എന്താല്ലേ അതുകൊണ്ട് കോഴിയാവണ്ട. നീ ഒരു കാര്യം ചെയ്യും,
കുതിര അയക്കോ? കുതിരയോ? കുതിരയാകുമ്പോ ഓടാം. കുതിര നിനക്ക് നീ കാലക്കും കുതിര നീ ഇപ്പൊ തന്നെ ഒരു ചെറിയ കുതിരയുടെ ഉണ്ട് നിനക്ക്. കുതിരയല്ലല്ലോ, ഇത് കഴുതയാണ്. ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്, ഭയങ്കര ഓടാൻ പവറാണെന്ന്. പിന്നില്ല, അറിയത്തില്ല. പുറത്ത് ഈ രാജാക്കന്മാരുടെ കൂടെ കയറി പോയതിനാ ഓടാൻ കഴിവില്ലെങ്കിൽ കുതിര മുതിര തിന്നും ശരിക്കും. ധർമ്മേന്ദ്ര അങ്ങനെയുണ്ട്. ചിരിക്കുന്നുണ്ടോ? ഭയങ്കര സന്തോഷമായി. ശരിക്കും കുതിര മുതിര തിന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് എപ്പോഴാന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ പോയപ്പോഴത്തേനും ഞാൻ ചോദിച്ചു. കുതിരക്ക് കൊടുക്കുന്ന റമ്മാണ് OCR OPR എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടിച്ചോണ്ടിരിക്കുന്നത്. കുതിരക്ക് കൊടുക്കുന്ന സാധനമാണ് പറയാന്ന്. കുതിരക്ക് കുതിര ന്യൂ ഇയർ ക്രിസ്മസ് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ അടിക്കും. ന്യൂ ഇയറിനൊക്കെ കുതിരയുടെ ഓണർ അടിക്കും. അപ്പൊ കൂടെ അടിക്കും കമ്പനിക്ക്. മുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മറ്റേ കാലില് മറ്റേ സാധനം ഇട്ടിട്ടുണ്ടാവല്ലോ, അതിന്റെ പേരെന്താടാ? ലാഡൻ വൈദ്യനല്ലേ? ലാഡമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയത്തില്ല. എങ്കിലും ലാഡൻ എന്നാണ് പറയുന്നത്. ലാദൻ വൈദ്യൻ. ബിൻ ലാദൻ ഇപ്പൊ അവിടെ ആയിരിക്കും. കുറെ മുറി ഉണ്ടാവും. അയാൾക്ക് 72x72 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. വലിയ പണികൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ജിഹാദ് ഭയങ്കരമായിട്ട് നടത്തി കഴിഞ്ഞാൽ സ്ക്വയറെങ്കിലും കൊടുത്തോ? മനസ്സിലാണ്ടോ? എങ്ങനെ പോവില്ല എല്ലായിടത്തും. 72 ദിവസമായിട്ട് പോയാൽ അവിടെ ദിവസം ഇല്ലല്ലോ. ഇയാൾ ആഗ്രഹിക്കുമ്പോ തന്നെ നടക്കാണ്. അങ്ങനെ അവിടെ അപ്പൊ നമുക്ക് ആസ്വദിക്കാം. പിന്നെ എന്തിനാണോ 72 ആക്കിയത്? അങ്ങനെ ഒരു കണക്ക് വരേണ്ട കാര്യം നടക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് 72? അങ്ങനത്തെ കഥ ശരിയല്ല. റൂമിന്റെ ആവശ്യമില്ല. എനിക്കെന്താ തോന്നണ എന്റെ ഒരു ചിന്ത ഇതാണ്. അതായത് ഈ മനുഷ്യന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത് സെക്ഷൽ ഫീലിങ്സ് ആണ്. അല്ലേ? ഹാപ്പിനെസ്. എടോ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആൾക്കാരുടെ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം ആ പ്രതീക്ഷ ഉണ്ടല്ലോ. എടോ അത് ഇവിടെ ഉള്ളെന്ന്. ഈ ഫ്രസ്ട്രേഷൻ ഉള്ള സ്ഥലങ്ങളിൽ, റെസ്ട്രിക്ഷൻ കൂടിയ സ്ഥലങ്ങളിലേ ഉള്ളൂ. മനുഷ്യരുടെ കാര്യമല്ലല്ലോ, ഇതുപോലത്തെ മണ്ടന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ബയോളജിക്കലായിട്ട് അല്ല. ഇപ്പൊ ഒരു ചെറു പ്രായം തൊട്ടേ സെക്സ് എൻജോയ് ചെയ്യുന്ന ഒരു അമേരിക്കനോ യൂറോപ്പിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ അതെന്തിനാന്ന് ചോദിക്കും. അറേബ്യയിലെ കാര്യം പറയുന്നത്. അതാ പറയാ, അവിടെ മാത്രമേ സ്വർഗമുള്ളൂ. ഇത് ലോകത്തിന് മുഴുവനാന്ന് പറയുന്ന സാധനം വേറെ സാധനമാണല്ലോ. ഞാനീ പറയുന്നത് ഈ സാധനം ഇവിടെ വെക്കുമ്പോഴേ ഈ യുദ്ധത്തിനൊക്കെ പോവാനായിട്ട് ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുമല്ലോ ആ കാലഘട്ടത്തില്. ഇവന്മാര് പോയി ചത്ത ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവന്മാര് ഓടിച്ചെന്ന് ആവുമായിരിക്കും. ഓട്ടന്മാര് ആ പണിയാണ് നടന്നതാണ്. അത് അവസാനം വരെ ഉണ്ടാകുന്നു. മറ്റേ അരയിൽ ബോംബ് ചുറ്റി വരുന്നവൻ ഒരു കാര്യത്തിൽ പടച്ചട്ട ഷഡ്ഡിയൊക്കെ ഇട്ടുകൊണ്ട് വന്നവനൊക്കെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അത്ര മാത്രം രക്ഷപ്പെടണം. അവിടെ ചെല്ലുമ്പോ ബാക്കി അതെങ്കിലും വേണം. തലയൊക്കെ പൊക്കോട്ടെന്നാവും പറയുന്നത്. അപ്പൊ അവന്റെ ബുദ്ധി എന്തോരം വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അവൻ പിന്നെ ബോംബ് പൊട്ടിക്കാനല്ല വേറെ എന്തെങ്കിലും. അത്രയും ബുദ്ധി ഇല്ലാത്തവരെ കൊണ്ടേ ബോംബ് പൊട്ടിക്കാൻ വരത്തുള്ളൂ. അല്ലാതെ ബുദ്ധിയും ബോധമുള്ളവന്റെ പണിയാണ് ഇതൊക്കെ. ഒരു ബുദ്ധി ഇല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കാനൊക്കെ പോവാം. ഇപ്പൊ ഒരു പുസ്തകം മാത്രം പഠിക്കാം. പൊട്ടിക്കും. അത് മറ്റേ കുറച്ച് കൂടിയ ബോംബായിരിക്കും. ആറ്റം ഒക്കെ ആണെന്ന് അത് തന്നെ. ഹിരോഷിമയിലൊക്കെയാണോ അത് നടക്കാൻ ബുദ്ധി കൂടുതലുള്ളവർ ചെയ്യുന്ന പണി. ഇവന്മാര് ബുദ്ധി ഇല്ലാത്തവന്മാര്. പാവങ്ങളാണെങ്കിൽ ഇതൊക്കെ മറ്റേ ബെൽറ്റ് ബോംബ് ഒക്കെ വെച്ച് എവിടെയെങ്കിലും ആൾക്കാരുടെ വെച്ചത് പൊട്ടിത്തെറിച്ച് സ്വർഗത്തിൽ പറയുന്നത് പാവങ്ങളാണോ? അതൊക്കെ അറിയുന്നില്ല. ദാരിദ്ര്യം മറ്റവരതല്ല. ബുദ്ധിമാന്മാര് പണിയെടുക്കുന്നത് വേറെ തരത്തിലാണ്. ഇപ്പോഴും മനുഷ്യർ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. എങ്ങനെ കളിച്ചാലും നമുക്ക് ആളെ കൊല്ലണം. അത് നമ്മുടെ രീതിയാണ്. സ്വർഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കൂട്ടര് സ്വർഗത്തിലേക്ക് ആറ്റം ബോംബ് ഇട്ട് കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിലോട്ട് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വിവരം അറിയിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിൽ എവിടെയെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി. ഇവിടെ വന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഓടാ എന്ന് കമന്റ് ഇട്ടാൽ നമ്മൾ വാടാ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരുന്ന് നമുക്ക് എല്ലാവർക്കും വേണം സംസാരിക്കാം. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ എറണാകുളത്ത് എവിടെയെങ്കിലും നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാവുന്നതാണ്. കുറച്ച് മുമ്പ് ആരാളെ വിളിച്ചിരുന്നു, അയാൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഫോണേ ഫ്ലൈറ്റ് മോഡ് ഇട്ടുകൊണ്ട് അവനെ പോയി കാണും. പിന്നീട് വിളിച്ചു നോക്കാം.
പോകും. ഇല്ല പോകത്തില്ല. റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് അതവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫ്ലൈറ്റ് മോഡ് മാറ്റുന്നതിന് റെക്കോർഡായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിന്റെ ഇടയിൽ ഇല്ലെന്ന് എടാ അത് റെക്കോർഡ് ചെയ്തോണ്ടേയിരിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. അത് ആപ്പിൾ അല്ല, ഇത് സാംസങ് ആ, പേടിക്കണ്ട, ചതിക്കില്ല. ആപ്പിൾ ആണ് കുഴപ്പക്കാരൻ. ബാപ്പിൾ കുട്ടി വേഗം പഠിക്കുന്നുണ്ട് കേട്ടോ. കുട്ടി ക്യാച്ച് ചെയ്യുന്നുണ്ട്. പഠിച്ചില്ല. അവൻ വിളിച്ചിട്ടുണ്ടോ? ഓ ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, കട്ടാവോ ഇത്? ഇനി വിളിക്കുന്നില്ല. അപ്പൊ തന്നെ ഫ്ലൈറ്റ് മോഡ് ഇടും. അയാള് വരുമെന്ന് വിചാരിച്ചു. ആള് വന്ന് വിളിച്ചാന്ന്. എന്നാ പിന്നെ നീ കിടന്ന് ഉറങ്ങിക്കോ. നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഞങ്ങള് ബാക്കി പരിപാടി നോക്കിക്കോളാം. നീ ഉറങ്ങുമ്പോ നിന്നെ പറ്റിയുള്ള കമന്റ് ഒക്കെ ഞങ്ങൾ പറയും. നല്ല കാര്യം. ചിത്രം ഉറങ്ങുമ്പോ ചിത്ര ഉറങ്ങുകയാണ്, പാവം ചിത്ര ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുവാന്നൊക്കെ പറയും. ആ അതിനെപ്പറ്റിയുള്ള നിന്നെ പറ്റി പറഞ്ഞേക്ക് നിനക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിരിക്കും നീ പോയ സമയത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് മോനെ, നീ ഇങ്ങോട്ട് വരണമെന്നില്ല, വഴിക്ക് പൊക്കോ. ഫൗണ്ടർ ഞാനാണ്. അത് ശരിയാട്ടോ. ഇവിടെ ആ ഒരുത്തി കാരണം ഇതുണ്ടായതല്ലേ. ഞങ്ങളാരും ആൾക്കാര് പ്രാകണ്ട ഇവിടെ ഒരുത്തി കാരണം ഇതുണ്ടായില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും. ഇവളാ പറഞ്ഞ വാ നമുക്ക് പോഡ്കാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. പോഡ്കാസ്റ്റിന് ഇതൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പിലുള്ള പോഡ്കാസ്റ്റ്. വേറെ കാര്യമുണ്ട്, പോഡ്കാസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചായിരുന്നു. അതൊന്ന് പൊടി തട്ടി ചെയ്യത്തൊന്നുമില്ല. ആൾക്കാരൊന്നും ഞങ്ങൾക്ക് നല്ല മടിയാണല്ലോ ചിത്ര. ഞങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞാൽ കാശൊക്കെ കിട്ടുമല്ലോ. പിന്നെ പറ്റത്തില്ല. കാശൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടവരില്ലേ. അനാവശ്യമായിട്ട് ചെലവ് ചെയ്യും. അതുകൊണ്ട് ഈ അനാവശ്യമായിട്ട് പണം ചെലവാക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പണം ഉണ്ടാക്കാം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നില്ല. അതാണ് മനസ്സിലായി. അതുകൊണ്ട് മാത്രം പണിയെടുക്കാതെ ജീവിക്കുന്നു. എല്ലാം കാണാൻ ഇവിടെ പൊളിച്ചേനെ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ അല്ലെങ്കിൽ എന്നാ മില്യണൊക്കെ അടിക്കേണ്ട സമയം കഴിഞ്ഞു. മനസ്സിലായോ? ഇവിടെ ചാനൽ മില്യൺസ് അടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ നിന്ന് വർത്താനം പറയുന്നത് ഇതല്ലല്ലോ വർത്താനം. ഇനി വേറെ വരുന്നുണ്ട്, അടുത്ത സാധനം വരുന്നുണ്ട്. ഉടൻ തന്നെ പലതും കാണേണ്ടി വരും. ഇനി പലതും നടക്കും. 2025 തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതുവരെ കണ്ട പോലത്തെ കണ്ടന്റോ ഇവിടെ നടക്കുന്നതോ ഒന്നും ആയിരിക്കത്തില്ല. ഞങ്ങൾ ട്രെൻഡിങ് സാധനങ്ങൾ സൃഷ്ടിക്കാൻ പോവാ. പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരാൻ പോവാം. ഈ വർഷം കണ്ടോണം പുതിയ ട്രെൻഡാ. കഴിഞ്ഞ വർഷം പോലീസ് അവരെയൊക്കെ ഒന്ന് ട്രെൻഡാക്കിയാണ്. ഈ പ്രാവശ്യം നമ്മള് അത് തന്നെ ലോക്കപ്പ് ഒക്കെ ട്രെൻഡാക്കിയത്. അത് ഇവള് തണുത്തിട്ട് AC ഓഫ് ആക്കിയതാ. അത് ആ വേണേ ഓണാക്ക്. നിനക്കല്ലേ തണുപ്പ്. അതാണ് ഈ പ്രാവശ്യം അത് കഴിഞ്ഞു. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. ഇപ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ സിനിമയൊന്നും അല്ല കണ്ടന്റ്, പോലീസാണ് കണ്ടന്റ്. ഞാനത് പറയുന്നുമുണ്ട്, നീ ശ്രദ്ധിച്ചോ. ഒരു 1.5 വർഷം കഴിയുമ്പോൾ ഈ പോലീസുകാരെ നാട്ടുകാർ മുഴുവൻ ചീത്ത വിളിക്കുന്ന കാണാൻ പറ്റും. കൊച്ചു പിള്ളേരുടെ ഇപ്പോൾ മോഹൻലാൽ ഞാൻ പറഞ്ഞില്ലേ എത്ര വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, കൊച്ചുങ്ങൾ ആ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക പോലീസ്. ഇടപെടൽ, പോലീസിന്റെ ഒരു ഇടപെടൽ പറഞ്ഞ പോലെ മാറേണ്ട സമയം കഴിഞ്ഞു. മാറുന്നല്ല, ഇപ്പൊ നാട്ടുകാർ ചീത്ത വിളിച്ച് കളിയാക്കാൻ പോവാ. ഒരു വിലയില്ലാണ്ടായി പോകും. കാരണം ഈ നാട്ടിലല്ലേ ജീവിക്കുന്നവരെല്ലാം. അല്ല ഇത് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം മാറുള്ളൂ. ഇതിനെ കുറിച്ച് സംസാരിക്കും, വിമർശനങ്ങളുടെ സമയം കഴിഞ്ഞു പോയി. ഇപ്പൊ ശ്രദ്ധിച്ചാ അറിയാതെ എവിടെല്ലാം ഇവര് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരക്കെട്ടവന്മാരുടെ കളി. എന്നിട്ട് നാണം കെട്ട് നാറാൻ പോവാ. സിനിമക്കാരിപ്പോ നാറുകയുണ്ടല്ലോ, അതുപോലെ എങ്ങനെയോ നാറും. വിവരമില്ലായ്മ പല പോലീസുകാരെ ഇനി പിടിക്കാൻ തുടങ്ങും. അതല്ല, ഒരു ഹേമ കമ്മിറ്റി പോലത്തെ ഒരു സാധനം പോലീസിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് വരുന്നുണ്ടല്ലോ ഇപ്പൊ തുടങ്ങി. എടാ കൊറേ പേര് പൊങ്ങി. ഇപ്പൊ തന്നെ എത്ര പൊങ്ങിയാ. അപ്പൊ എന്താന്നറിയോ, ഒരു ഇഷ്യൂ വന്ന് അതിന്റെ ഇടയില് അത് വേറെ ഇഷ്യൂ വരും. എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോ അതിന്റെ പുറകെ ആൾക്കാര് പോയി. എടാ ഇതിനകത്ത് പോലീസുകാരൊക്കെ ഇൻവോൾവ് ആവാം പലതിനകത്തും. ഇനി ഇതുപോലത്തെ സാധനം പൊങ്ങാൻ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ആരാണ്. ഇനി അടുത്ത റൗണ്ടിൽ 2025-26 കൊണ്ട് പൊളിയാൻ പോകുന്നത് മീഡിയയും ഇവരുവാ. അതായത് മെയിൻ സ്ട്രീം മീഡിയാസ് വന്നിരുന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, വാർത്തകളിൽ ഇത്തിരി ഇപ്പോൾ മറ്റു പല കേസുകളിലെയും പ്രതികളുടെയൊക്കെ പേരും മാറ്റി 1-ാം പ്രതി ഒഴിവാക്കിയിട്ട് 10-ാം പ്രതിയുടെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കൽ, ഈ പരിപാടി കാരണം ബുദ്ധിമുട്ടാൻ പോകുന്നു മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞവർ, മൊത്തത്തിൽ മാധ്യമങ്ങൾ, പിന്നെ പോലീസെന്ന് പറഞ്ഞ ഇടപാട്. അതിനകത്ത് ഇവർക്ക് ഈ മാധ്യമങ്ങൾക്ക് പ്രശ്നം, മാധ്യമം എന്ന് പറയുന്ന സാധനത്തിനും പോലീസിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ ഇതിനകത്ത് പ്രവർത്തിച്ച ഇത്തിരി കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പൊങ്ങി നാണം കിട്ട് നാറിക്കോളമാവും.
മാധ്യമം എന്ന് പറഞ്ഞൊരു പത്രമല്ലേ, ആ മാധ്യമം ഒരു മാധ്യമത്തിന്റെ പേരാണ് മാധ്യമം. എങ്ങനെയുണ്ട്? മനുഷ്യൻ എന്നൊക്കെ പേര് പോലെ ഉണ്ട്. ഒരാളുടെ പേര് മനുഷ്യൻ, അത് കൊള്ളാം അല്ലേ? എന്താ പേര്? മക്കളുണ്ടായ മകൻ മകൾ എന്നൊക്കെ ഇടാം അല്ലേ? മകൻ ജോസഫ്, മകൻ കൃഷ്ണകുമാർ, മകൻ അലി, പേരുണ്ട് കുഞ്ഞുമോൻ പേരുണ്ട്. പക്ഷെ മകനില്ല. കുഞ്ഞുമോളുണ്ട്, ഉണ്ട് കുഞ്ഞുമോളുണ്ട്, കൊച്ചുമോളുണ്ട്, കുഞ്ഞുമോളുണ്ട്. പക്ഷെ ഒറ്റ ഒരു രീതിയിലും പറ്റാത്തൊരു സാധനമുണ്ട്, അമ്മ അപ്പന് പേരിടാൻ പറ്റത്തില്ല. ഇല്ല ഇല്ല, അത് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ കണ്ണെന്ന് വിളിച്ചു തുടങ്ങിയിട്ടാണ് ഗുരുവായൂരപ്പൻ. ഓറായോ? കുഴപ്പമില്ല, അതേണ്ട വീണ്ടും എവിടെ നിന്ന് കിട്ടിയത് ഇത്? അത് കൊറേ പ്രാവശ്യം കണ്ടെന്ന് നേരത്തെ പറയുന്ന കേട്ടു. മണവാളൻ ധർമ്മേന്ദ്ര എന്താ പറയുമ്പോ മണവാളൻ ധർമ്മേന്ദ്ര എനിക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കഴിക്കാൻ തോന്നുന്നു. അയ്യോ, അങ്ങനെ തോന്നിയോ? വിശക്കുന്നോണ്ടായിരിക്കും. പെട്ടെന്ന് അത് 2 മണിയാടാ, ചുമ്മാ അല്ല, വിശക്കും. തേങ്ങ എനിക്കും വിശക്കുന്നു. പോയി കഴിച്ചാലോ? ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇട്ടോ. ഹാവ് എ ലഞ്ച് ബ്രേക്ക്. എങ്ങനെയല്ല, ഞാനെന്തിനു ചെയ്യണം? താൻ വലിയ ആളാണ്. എന്തിനാ ഞാൻ ചെരിയുന്നതൊക്കെ? ഇന്നലെ ലാലേട്ടൻ ചെരിഞ്ഞ പോലെ 6 ചെരിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ എന്താ ഇവിടെ വരെ വന്നാൽ പറയാം, മറന്നുപോയെന്ന്, ക്ഷീണിച്ചു പോയെന്നൊക്കെ. ഉച്ചക്ക് എന്താ പരിപാടി? നമുക്ക് ചോറല്ല, ചമ്മന്തി, ഉണ്ണക്ക ചെമ്മീനും ചമ്മന്തി, ചെമ്മീനും ചക്കക്കുരും മാങ്ങയും. അത് നല്ലതാ, നല്ലതാ, നല്ല രുചിയാണ്. അതും ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂടെ കഴിക്കണം. പാടാൻ നിർത്തും. അയ്യോ, ഇടയ്ക്കൊരു കാര്യം ചെയ്യാം. നമ്മള് ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ ഇത്രയും പേരും വന്ന് ഉണക്കച്ചെമ്മീനും ചെമ്മന്തിയും കഴിക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. നമ്മള് പ്രൊമോഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി, അറിഞ്ഞില്ലേ? ചെറിയ പ്രൊമോഷൻ ഒന്നല്ല, കേരളം കാണാത്ത ടൈപ്പ് പ്രൊമോഷൻ, വെടിക്കെട്ട് പ്രൊമോഷൻ, ഞെട്ടുന്ന പ്രൊമോഷൻ നടക്കാൻ പോകുന്നത്. നീ റെഡി ആയിരുന്നോ? കോള് വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. എന്നാ അതൊക്കെ പിടിക്കാൻ പറ്റുന്നവരെ പിടിക്കത്തുള്ളൂ. ഒറ്റ വയറില്ല. എനിക്ക് പേടിയാ, സത്യം പറയാനോ. എന്റെ ചിത്രം താൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ 5-10 പേര് ഒന്നിച്ചാ പോകുന്നത്. ആരായാലും എനിക്ക് പേടി. എന്നറിയാം ഇവരെന്ത് അതിങ്ങനെ മുറിച്ചാ പോരെ, അതല്ല സീൻ. ഈ നമ്മുടെ ഇതെങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഇത് മുറിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ അവർക്ക് കച്ചവടം ഉണ്ടായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആ കടക്കൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് വിചാരിക്കും? നമ്മൾ ഉദ്ഘാടിച്ചോണ്ടാന്ന് വിചാരിക്കില്ലേ? അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഹണിറോസൊക്കെ ഉദ്ഘാടനം ചെയ്ത പല കടയും പൂട്ടിയിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്താ കുഴപ്പം? അത് പക്ഷെ പറഞ്ഞിട്ടില്ലല്ലേ ആരും പുറത്തോട്ട്. എത്ര പേര് പൂട്ടിയിട്ടുണ്ട്. അതുപോലെ അലിൻ ജോസ് പെരേര മൂന്ന് പരിപാടി അറ്റൻഡ് ചെയ്തോളൂ, 3 പൂട്ടിപ്പോയി. ഇയാളെ കൊണ്ട് ഈ ഹണി റോസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചവർ പലർക്കും അവർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു ഹണി റോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു കട തുടങ്ങിയ മനസ്സിലായോ? ശരിയാ കേട്ടോ, അങ്ങനെയൊക്കെ എന്താ. പിന്നെ ഹണി റോസിനെ വെറുതെ വിളിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് വീട് വാസി വിളിച്ചാൽ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് കട തുടങ്ങാൻ എന്താന്നറിയാം അവരങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാർ വരും. അപ്പൊ അതായത് ഇപ്പൊ ഞങ്ങളുടെ അവിടെ തൃപ്പൂണിത്തുറയില് ഒരു കട, ഒരു ഗോൾഡിന്റെ ഷോപ്പ് ഇങ്ങനെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത പുള്ളിക്കാരി. അപ്പൊ നമ്മൾ അതിൽ കൂടെ പോകുമ്പോഴേക്കും അല്ലാണ്ട് ഈ ഷോപ്പ് നമ്മൾ കാണത്തേ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ 2-3 കടകളുടെ ഒക്കെ ഇങ്ങനെ ഇടക്കേട്ട് പോയിട്ടൊരു കടയാണ്. അപ്പോ പക്ഷെ ഞങ്ങളിങ്ങനെ പോരുമ്പോ പറയുന്നത് ഇതാണ് ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത ജ്വല്ലറി, ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് ആൾക്കാരതിനകത്ത്. വേറൊരു കാര്യം പറയട്ടെ, അതല്ല അതൊക്കെ ഒരു ചെറിയ പരിപാടിയാണ്. വേണ്ടിട്ട് അവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്, ഹണി റോസ് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാന്ന് വിചാരിച്ചു. അന്നത്തെ ദിവസം അവിടെ വന്ന് കൂടുന്ന കുറെ ഇതും പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്നറിയോ,
ഈ ഒരു പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി മിനിമം 1 മില്യൺ റീച്ച് കിട്ടണം ഓൺലൈനിൽ, അത്രയും പേര് അറിയണം. പിന്നെ അത് കഴിഞ്ഞ് ഇതിനപ്പുറത്തോട്ട് 2, 3, 4 എന്ന് പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് വ്യൂസ് വരും. അത് റീച്ച് ആക്കണം. വന്നാലും ഉണ്ടല്ലോ ഈ ആൾക്കാരുടെ തന്നെ ഇതെല്ലാരും. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഒരു ഫുഡിന്റെ ഒരു കണ്ടന്റ് നമ്മളിപ്പോ കണ്ട്, അപ്പൊ ഒരു ഫേമസ് ഒരു ഷോപ്പല്ല, വലിയൊരു ഒരു ഷോപ്പ് നമ്മൾ കണ്ടു കണ്ട്. അപ്പൊ നമ്മള് ഇത് ചിലപ്പോ റീല് സേവ് ചെയ്ത് വെച്ചെന്നിരിക്കും. നമ്മൾ എത്ര പേര് അവിടെ പോയി കഴിക്കും? എനിക്ക് അറിയാത്തോണ്ടാ ഇവിടെ വരുന്നവരെല്ലാം ഇത് തപ്പിയാ വരുന്നത്. എല്ലാ വിടലങ്ങളും പോകും. അതിന്റെ ആവശ്യം റീച്ചാ ശരിക്കും വേണ്ടേ. ഇത് 2 ടൈപ്പാ, മനസ്സിലായി. റീച്ച് വേണ്ടതുകൊണ്ട് അതുപോലെ ലോക്കലിൽ ഈ സാധനം പെട്ടെന്ന് പരിപാടിയുടെ അറ്റൻഷൻ കിട്ടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള, അല്ലാതെ അതിന് എപ്പോഴും ഈ ഹൺറോസ് ഇങ്ങനെ വന്നു നടക്കുന്നൊന്നുമില്ല. ആരറിയുന്ന ഇതൊക്കെ അതല്ല ശരിക്കും വേണ്ടത്. അവർക്ക് എന്തോരം വ്യൂസ് ഉണ്ടെന്ന് നോക്ക്. ഇവരുടെ ഉദ്ഘാടനം കൊണ്ടെന്ന് വെച്ചിട്ട് എത്ര കടക്കാര് വെറുതെ പൈസ പോയി കാണും. അവർക്ക് ശരിക്കും കിട്ടിയിട്ടില്ല, അത് തെറ്റിപ്പോയത്. അതായത് ഇവർക്ക് ഈ പരിപാടി അറിയാൻ പാടില്ല ഒരു പ്രശ്നമുണ്ട്. കട ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കടയും കൂടിയാണ് അതിന്റെ ഒരു കണ്ടന്റ് ആവേണ്ടത്. അല്ലാതെ ഹണി റോസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഹണി റോസ് കണ്ടന്റാ തെറ്റിപ്പോയി. ഇവന്മാർക്ക് തെറ്റിപ്പോയി. മണ്ടന്മാര് പോയത് പോട്ടെ, കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് പരിപാടി പല ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരുടെ മണ്ടത്ര ഇത്. കാരണം ഇവര് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഹണി റോസിന്റെ കുറെ വീഡിയോ കാണും ആൾക്കാരിരുന്ന്. ഇത് ഏത് കടയാന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല എനിക്ക്. ഇയാള് പറഞ്ഞ ഇയാള് നാട്ടിലെങ്ങാണ്ടുള്ള അത് അല്ലേലും അവിടെയൊക്കെ അറിയും ഇവിടെ ഒരു കടയുണ്ടെന്നുള്ളത്. മനസ്സിലായോ? അതൊന്നും പോരാ. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഹോട്ടൽസ് ഒക്കെയാണ് നോക്കണ്ട. പിന്നെ ഈ പറഞ്ഞ ഗോൾഡ് ഇങ്ങനെയുള്ള പരിപാടിക്കാണെങ്കിൽ പോലും അവിടെയും നമുക്കൊരു പണി കാണിക്കാനുണ്ട്. ഇയാൾ മാത്രമൊന്നും അല്ല, ഇയാൾ ചെയ്ത പണിയുടെ ഡബിൾ ശരിക്കും വേണ്ട എഫക്റ്റ് എന്താണോ ഒരു കടക്കാരന് ആവശ്യം, അത് നമുക്ക് റെഡി ആയി കൊടുക്കും. വൺ സീൻ, പ്രത്യേകിച്ച് കാർ ഷോറൂം ഒക്കെയാണ് പറയണത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ഉണ്ടാക്കിയത്, വീട്ടിലെ പ്ലാൻസ് അടിപൊളി വൈറല്. പിന്നെ വണ്ട് റിവ്യൂ ഞാൻ നോക്കിയിട്ട് കൊള്ളാം. ഫുഡിനകത്ത് എനിക്ക് അത്ര താല്പര്യമില്ല. അതല്ല, എനിക്ക് ഈ ഹോട്ടൽസിന് പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഹോട്ടലേ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്ത് അടുത്ത ആഴ്ച പോയി വല്ല ഫുഡ് പോയിസണോ വല്ലതോ ആയാലോ. വേറെ കുഴപ്പമുണ്ട്, ഇതിങ്ങനെ നമ്മൾ നീട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. എല്ലാവർക്കും give respect. Take respect. 2 പ്രാവശ്യം കൊടുക്കരുത്, ഇല്ലെങ്കിൽ ഇതേപോലെ.